Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലെറിൻ ഡേവിസ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ആൻഡ് മക്കളെ, നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ NCERT ക്യാപ്സ്യൂൾ അല്ലെ, NCERT ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയ ഒരു ഇത് തുടങ്ങിയിരിക്കുകയാണ്. സോ ഇതിൽ നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ NCERTയുടെ PDF നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. സോ ഗൈസ്, അപ്പോൾ ഓൾറെഡി നമ്മുടെ ലൈവ് സെഷൻ കണ്ട് നിങ്ങൾക്ക് എല്ലാം ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെഷനിൽ നമ്മൾ അപ് ടു 7.6 ഓക്കെ. സോ നമ്മൾ ടോപ്പിക്സ് NCERTയുടെ ടോപ്പിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതൊന്നും നമ്മൾ കവർ ചെയ്യും. സെന്റർ ഓഫ് മാസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്, അതും നമ്മൾ കവർ ചെയ്യും. മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്, ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, വെക്ടർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ 7.6 അല്ല കേട്ടോ, 6.6. സോ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ആൻഡ് 6.6 തൊട്ടിട്ട് നമ്മൾ അടുത്ത ദിവസമായിരിക്കും, അടുത്ത ലെക്ചറിലായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നിങ്ങൾ റെഡി ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്കും ഷെയറൊക്കെ അങ്ങ് തന്നേക്കാട്ടോ, ആരും മറക്കാതെ തന്നേക്കുക. നമ്മൾ അടിപൊളിയായിട്ട് വിത്തൗട്ട് ബോറടിക്കാതെ, NCERT എന്ന് പറയുന്നത് കുറച്ച് ബോറടിയാണ് അല്ലേ, സോ ആ ബോറടി ഒന്നും ഇല്ലാതെ നമ്മൾ പഠിച്ചു തീർക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു ഭാഗം. സോ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ. അതായത് NCERT ലൈൻ ബൈ ലൈൻ പഠിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിന് ഇത് ഈ ഒരു വീഡിയോന്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ വൺ മോർ തിങ് ഇസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി നമ്മൾ ലൈവ് സെഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു സെഷൻ കണ്ടിട്ട് നിങ്ങളിത് കാണുന്നതായിരിക്കും ബെറ്റർ. അതൊരു 2.5 hours ഒരു സെഷനാണ്. സോ എൻറ്റയർ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ അതിൽ വൺ ഷോട്ട് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് വരിക, കാരണം നമുക്കറിയാം കുറച്ച് നമുക്ക് ഒരു ബേസ് ഐഡിയ കിട്ടിയിട്ട് നമ്മൾ NCERT നോക്കുന്നതാണ് അല്ലെങ്കിൽ വായിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നീറ്റ് ജെഇക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയും കൂടെ ആയിരിക്കും ഇത്. കാരണം NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏതൊരു ചാപ്റ്റർ നോക്കിയിട്ടുണ്ടെങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അല്ലെ. സോ ഈ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ചാപ്റ്റർ അതായത് നമ്മൾ വർക്ക് എനർജി പവർ വരെ പഠിച്ചപ്പം ഇൻ ഏർലിയർ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മുന്നേ നമ്മൾ പഠിച്ച 5 ചാപ്റ്റേഴ്സിലും നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്യുന്ന സിംഗിൾ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ബോഡീനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ, ഒരു പോയിന്റ് മാസ് ആയിട്ട്. പക്ഷേ നമ്മളിവിടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, എക്സ്റ്റെൻഡഡ് ബോഡീസിനെയാണ്. നമുക്ക് ഇവിടെ ഒരു ടേം കാണാൻ പറ്റും, എക്സ്റ്റെൻഡഡ് ബോഡീസ്. കാരണം എന്താ, റിയൽ ലൈഫിലുള്ള ഏതൊരു ബോഡി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കറിയാം അതിനൊരു ഫൈനൈറ്റ് സൈസ് ഉണ്ട് അല്ലെ, അതിനൊരു ഷേപ്പ് ഉണ്ട്. സോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുമ്പോഴാണെങ്കിലും നമ്മൾ പറയാനായിട്ട്. പക്ഷെ ഇതിന് മുമ്പത്തെ ചാപ്റ്ററുകളിലെല്ലാം നമ്മൾ പോയിന്റ് മാസസ് എന്ന് പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്തത്. സോ ഈ ചാപ്റ്റർ മുതൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റെൻഡഡ് ബോഡീസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ പോയിന്റ് മാസസ് ഒരുപാടുള്ള ഒരു സിംഗിൾ ബോഡി, ഓക്കെ, ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പും സൈസും എല്ലാം ഉള്ള ഒരു ബോഡി ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തുടങ്ങുമ്പം ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു കാര്യം. ഓക്കെ അല്ലേ, യെസ്. അപ്പം ഇനി നിങ്ങൾ ഇതൊന്നും വായിച്ച് കഷ്ടപ്പെടാൻ കേട്ടോ, ഇത്രയേ ഉള്ളൂ. മുന്നത്തെ ചാപ്റ്ററിൽ എന്താ പോയിന്റ് മാസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഡിഫൈൻഡ് ആയിട്ട് ഷേപ്പ് ഉള്ള സൈസ് ഉള്ള ഒരു ബോഡീനെ ആയിരിക്കും, അതായത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഇത്രയും പാർട്ടിക്കിൾസിന്റെ കൂട്ടം. ഓക്കെ, ഒരു കൂട്ടം പാർട്ടിക്കിൾ കൂടി ചേരുമ്പോൾ ഒരു ബോഡി ഉണ്ടാകുന്നു. ആ ബോഡീനായിരിക്കും ആ വിത്ത് ആ സൈസും ഷേപ്പോട് കൂടെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്, എന്തായിരുന്നടാ, റിജിഡ് ബോഡി. ഓക്കെ, റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരാം. എന്താണ് റിജിഡ് ബോഡി എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട് അല്ലേ. നമുക്ക് പറയാം ഒരു റിജിഡ് ബോഡി, റിജിഡ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താ, ദൃഢത എന്നാണ്. അപ്പം ദൃഢതയുള്ള ബോഡി എന്നാണ് അർത്ഥം. ഓക്കെ, ദൃഢതയുള്ള ഒബ്ജക്റ്റ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ദൃഢത എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ, അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ സൈസോ ഷേപ്പോ മാറുന്നില്ല. ഓക്കെ, നമ്മൾ ഫോഴ്സ് കൊടുത്തു, അതിന്റെ സൈസ് മാറിയില്ല, അതിന്റെ ഷേപ്പ് മാറിയില്ല. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ ഈ ഒരു ഡസ്റ്റർ ഉണ്ട്. ഓക്കെ, സോ ഈ ഡസ്റ്ററിൽ ഞാൻ ഫോഴ്സ് കൊടുത്തു, അതിന്റെ ഷേപ്പ് മാറിയോ സൈസ് മാറിയോ ഇല്ല. പിന്നെയും ഞാൻ ഫോഴ്സ് കൊടുത്തു, ഇല്ല, മാറിയില്ല. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്താൽ ഇതിന്റെ സൈസും ഷേപ്പൊക്കെ മാറും അല്ലെ. ഇതിനും കൂടുതൽ നല്ലൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ഇതിന്റെ സൈസും ഷേപ്പും മാറും, ഡെഫിനറ്റ്ലി മാറും, അതിൽ സംശയമില്ലല്ലോ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ബോഡീനെ സംബന്ധിച്ചിടത്തോളം അത് ഡീഫോം ആകുന്ന ഫോഴ്സ് വരെ
അതെന്താണ്? റിജിഡ് ബോഡിയാണ്. അത്രയും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, കാരണം എന്താണ്, നമുക്ക് ചുറ്റിനും പെർഫെക്റ്റ് ആയിട്ടുള്ള റിജിഡ് ബോഡീസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് അങ്ങനെ ഒരു റിജിഡ് ബോഡി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഈ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റില് ഒരു 20 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഇതെന്താവും? ഡീഫോം ആകുന്നു എന്ന് വിചാരിക്കുക. 20 ന്യൂട്ടൺ കൊടുക്കുമ്പോൾ ഡീഫോം. നമ്മൾ 19 ന്യൂട്ടൺ വരെയും ഇതെന്താ? റിജിഡ് ബോഡിയാ. അതാണ് നമ്മൾ പറയുന്നത് ഇതൊരു റിജിഡ് ബോഡിയാണെന്ന്. സോ ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രത്യേകത മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുള്ള കാര്യം കിട്ടിയല്ലോ. യെസ്, ഇനി അടുത്തൊരു പോയിന്റ്, അതായത് റിജിഡ് ബോഡിനെ തന്നെ പറയുമ്പോൾ നമുക്ക് പറയുന്ന ഒരു കാര്യമാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് സച്ച് എ ബോഡി ഡു നോട്ട് ചേഞ്ച്. ഒന്നുമില്ല. അതായത് ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇവിടെ 2 പാർട്ടിക്കിൾ. ഓക്കെ, ഇതിൽ n നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. ഇതിൽ ഏത് പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും, ഏത് 2 പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും എന്താവത്തില്ല? മാറത്തില്ല. ദാറ്റ് മീൻസ് അതിന്റെ ഡീഫോർമേഷൻ സംഭവിക്കുന്നില്ല. അതാണ് റിജിഡ് ബോഡി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓൾ ക്ലിയർ? ഇൻട്രൊഡക്ഷൻ മനസ്സിലായില്ല. ഇനി ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ആരും സമയം കളയണ്ട. ഇത്രയും പോയിന്റ്സേ ഉള്ളൂ. പഴയ ചാപ്റ്ററുകളിൽ പോയിന്റ് മാസ് ആണ് കൺസിഡർ ചെയ്തത്. ഈ ചാപ്റ്ററിൽ വരുമ്പോഴത്തേനും നമ്മൾ എക്സ്റ്റെൻഡഡ് ബോഡീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? എല്ലാം നമ്മുടെ റിയൽ ലൈഫിലുള്ള എല്ലാ ബോഡീസിനും തന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് സൈസും ഷേപ്പും ഉണ്ട്. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പോയിന്റ് മാസസ് ആണ് ഒരു ബോഡി എന്ന് പറയുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്റർ മൊത്തം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ ലാർജ് ക്ലാസ് ഓഫ് പ്രോബ്ലംസ് വിത്ത് എക്സ്റ്റെൻഡഡ് ബോഡീസ് ക്യാൻ ബി സോൾവ് ബൈ കൺസിഡർ them to be rigid bodies. Okay, rigid bodies. Then എന്താണ് rigid body? Ideally, a rigid body is a body with a perfectly definite and unchanging shape. The distance between all pairs of particles of such a body do not change. Clear? All set? Yes. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ നമ്മുടെ കഴിഞ്ഞ് അടുത്തതാണ് നമ്മൾ പറയുന്നത് ഈ റിജിഡ് ബോഡീസിന് എന്തൊക്കെ കൈൻഡ് ഓഫ് മോഷൻസ് പോസിബിൾ ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്ന മോഷൻ ആണ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഓക്കെ, ട്രാൻസ്ലേഷണൽ മോഷൻ എന്താ? സ്ലൈഡ് ചെയ്യാൻ, നിരങ്ങി പോകുന്നത്. അതാണ് ഫസ്റ്റ് മോഷൻ പറയുന്നത്. റിജിഡ് ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു മോഷൻ ആണ് ട്രാൻസ്ലേഷണൽ മോഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് നിരങ്ങി പോവുക. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞത്. സോ ഒരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് P1 അല്ലെ, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട് P2 അല്ലെ, ഇനി ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്തു P3. ഓക്കെ അല്ലെ, ഈ 3 പാർട്ടിക്കിളും എന്തായിരിക്കും? എല്ലാം സെയിം വെലോസിറ്റിയിലായിരിക്കും. ഓക്കെ, സെയിം വെലോസിറ്റിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പം ഒരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ദ ബോഡി ഹാവ് ദ സെയിം വെലോസിറ്റി. ഓക്കെ, ഇതിനുള്ള ഏത് പാർട്ടിക്കിൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിനെന്തായിരിക്കും? സെയിം വെലോസിറ്റി ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഓക്കെ, P4. ഇവിടെ എന്തായിരിക്കും? P1ന്റെ അതേ വെലോസിറ്റി തന്നെയായിരിക്കും P2നും P3നും P4നും. ഒന്നുമില്ല മക്കളെ, സിമ്പിൾ ആയിട്ടൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഒരു ബോഡി ഇതാ ഇങ്ങനെ നിരങ്ങി പോകുന്നു. ആ ബോഡിക്കുള്ളിൽ ഏത് പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ ബോഡി പോകുന്ന അതേ വെലോസിറ്റിയിലല്ലേ പോകുന്നത് അല്ലെ? അത്രയേ ഉള്ളൂ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു കാർ റോഡിലൂടെ പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആ കാറിൽ ഇരിക്കുക. നമ്മുടെ കാറിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമ്മളും ഉണ്ട്, നമ്മുടെ സിബ്ലിങ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ പറയുവാണ് മുന്നിൽ അച്ഛനിരിക്കുന്നത്, അച്ഛന് കൂടുതൽ വെലോസിറ്റിയാ, അല്ലെങ്കിൽ മുന്നിൽ അമ്മ ഇരിക്കുന്നുണ്ട്, അമ്മയ്ക്ക് കൂടുതൽ വെലോസിറ്റി, പുറകിൽ ഞങ്ങളായിരിക്കുന്നത്, ഞങ്ങൾക്ക് വെലോസിറ്റി കുറവാ. ആണോ? അല്ല. യെസ്, ആ കാർ ഏത് സ്പീഡിൽ പോകുന്നു അതിൻ്റെയല്ലേ നമ്മളെയും സ്പീഡ് എന്ന് പറയുന്നത് അല്ലേ? സോ അത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അതാണ് ഫസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇൻ പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഓൾ ദ പാർട്ടിക്കിൾസ് ഷുഡ് പോസസ് ദ സെയിം വെലോസിറ്റി. ക്ലിയർ? ഇനി അടുത്തതാണ് പറയുന്നത് റോളിംഗ് മോഷൻ. എന്താണ് റോളിംഗ് മോഷൻ? ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സോളിഡ് സിലിണ്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഉരുണ്ട് പോകുക, അത്രയാണ്. ഉരുളുക എന്നാണ് ശരിക്കും ഈ റോളിംഗ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഉരുണ്ടു പോകുന്നു. സോ ഈ ഉരുണ്ടു പോകുന്ന സമയത്ത് നമുക്കറിയാം P1 എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, P2 എന്ന് പറയുന്ന സ്ഥലത്ത് പാർട്ടിക്കിൾ ഉണ്ട്, P4, P3. ഓക്കെ, അങ്ങനെ 4 പാർട്ടിക്കിൾ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ 4 പാർട്ടിക്കിളിന്റെയും വെലോസിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതിങ്ങനെ കറങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഇത് സ്ലൈഡിങ് പ്ലസ് ഇതിങ്ങനെ എന്താണ്? യെസ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ് അല്ലെ? ദ റിജിഡ് ബോഡി ഇൻ ദിസ് പ്രോബ്ലം നെയിംലി ദ സിലിണ്ടർ ഷിഫ്റ്റ് ഫ്രം ദ ഹാസ് ട്രാൻസ്ലേഷൻ മോഷൻ. നമുക്കറിയാം ഇൻ ദ ബിഗിനിങ് ഇത് ഇവിടെയായിരുന്നു എന്ന് വിചാരിക്കും, പൊസിഷൻ എയിലാണ് ഇത് ഇൻ ദ ബിഗിനിങ് ഇരുന്നതെങ്കിൽ ഇപ്പം അതിന്റെ പൊസിഷൻ എവിടെയാ? ഇവിടെയാ അല്ലെ? ഇനി കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പൊസിഷൻ ഇവിടെയാ. അപ്പം ഓരോ ഇൻസ്റ്റൻസിലും എന്ത് ചെയ്യും? അതിന്റെ പൊസിഷൻ മാറും. ദാറ്റ് മീൻസ് അതിന് എന്തുണ്ട്? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്.
ക്ലിയർ അല്ലേ? അതിനെന്തുണ്ട്? ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. അപ്പം ഒരു ബോഡി നിരങ്ങി പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ബോഡി ഉരുണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ സ്ഥാനം മാറുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന് ട്രാൻസ്ലേഷണൽ മോഷൻ അതിൽ നടക്കുന്നുണ്ട്. ഇൻ ദ ബിഗിനിങ് അത് എവിടെയായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പൊസിഷൻ എവിടെയാണ്? വേറൊരു സ്ഥലത്താണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ട്രാൻസ്ലേഷൻ മോഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾ ഇറ്റ്സ് പാർട്ടിക്കിൾ ആർ നോട്ട് മൂവിംഗ് വിത്ത് ദ സെയിം വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റന്റ്. ഓക്കെ, ഞാനിപ്പം ഇവിടെ P2നെയും കൺസിഡർ ചെയ്തു, P4നെയും കൺസിഡർ ചെയ്തു. ഇതെല്ലാം ഒരേ വെലോസിറ്റിയിൽ ആയിരിക്കോ പോകുന്നത്? അല്ല. എന്തുകൊണ്ടാ? നമുക്കറിയാം ഇതിങ്ങനെ വട്ടം കറങ്ങുന്ന സമയത്ത് അവിടെ ഒരു വെലോസിറ്റി വരുന്നുണ്ട്. ഓക്കെ, വെലോസിറ്റി വരുന്നുണ്ട്. അത് എന്ത് വെലോസിറ്റി? ലീനിയർ വെലോസിറ്റി അല്ലേ? അപ്പം ഈ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ആ പോയിന്റ് എപ്പോഴും അതെന്തായിരിക്കും? ടാൻജൻഷ്യൽ ആയിരിക്കും. കാരണം ഇത് ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലല്ലേ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഓരോ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും? യെസ്, അത് ഇപ്പം ഈ P2 പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു സർക്കുലർ മോഷനിലായിരിക്കും അല്ലെ? സോ ഇങ്ങനെ സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ ആ ഒരു മോഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഓരോ പാർട്ടിക്കിളിനും ഡിഫറെന്റ് ആയിട്ടുള്ള ലീനിയർ വെലോസിറ്റീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി നോട്ട് മൂവിംഗ് വിത്ത് ദ സെയിം വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റന്റ്. ദ ബോഡി therefore is not in a pure translational motion നമുക്ക് പറയാം. സോ ഇറ്റ്സ് എ മോഷൻ as translation plus something else. ഓക്കെ, ഇവിടെ നമുക്കൊരു സസ്പെൻസ് ഫാക്ടർ ഇട്ടിരിക്കുകയാണ്, സംതിങ് എൽസ്. അതായത് ട്രാൻസ്ലേഷൻ മാത്രമല്ലാതെ ഇവിടെ വേറെ എന്തോ ഒരു മോഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഇത് പ്യുവർ ട്രാൻസ്ലേഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? യെസ്, ഇവിടെയുള്ള വെലോസിറ്റീസ്, ലീനിയർ വെലോസിറ്റീസ് മാറിക്കൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വേറെ എന്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, അതായത് ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ പ്ലസ് സംതിങ് എൽസ്. ഓക്കെ, ഈ സംതിങ് എൽസ് ആണ് നമ്മുടെ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താടാ? റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, ഈ സംതിങ് എൽസിനെയാണ് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ട്രാൻസ്ലേഷണൽ മോഷന്റെയും റൊട്ടേഷണൽ മോഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റോളിംഗ് മോഷൻ. സോ ഇത് ജസ്റ്റ് നമുക്ക് എന്താ തന്നത്? ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരിക്കുകയാണ്. എന്താണ് റൊട്ടേഷണൽ മോഷൻ? ഈ റോളിംഗ് മോഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ. സോ റൊട്ടേഷണൽ മോഷനിലോട്ട് വരാം. അപ്പൊ റൊട്ടേഷണൽ മോഷനിലോട്ട് വരുമ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സംതിങ് എൽസ്, അതിനെ ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, റൊട്ടേഷണൽ മോഷൻ ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു, നേരത്തെ ആ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ട്രാൻസ്ലേഷൻ മാത്രമല്ല, അവിടെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്. ആ സാധനമാണ് റൊട്ടേഷണൽ മോഷൻ. സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഈ സംതിങ് എൽസ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത സാധനം, ദ മോസ്റ്റ് കോമൺ വേ ടു കൺസ്ട്രെയിൻ എ റിജിഡ് ബോഡി സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് ട്രാൻസ്ലേഷൻ മോഷൻ ഇസ് ടു ഫിക്സ് ഇറ്റ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതായത് ഇപ്പം ഒരു ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഞാനൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്തിരിക്കുവാണെങ്കിൽ ഇതിന്റെ പൊസിഷൻ മാറത്തില്ല. അതായത് ഇതിന് ട്രാൻസ്ലേഷണൽ മോഷൻ പോസിബിൾ അല്ല. സോ ഞാൻ ആ സിറ്റുവേഷനിലോട്ടാണ് കേട്ടോ നേരെ വന്നത്. നമ്മുടെ റോളിംഗ് മോഷൻ അവിടെ നിർത്തിയിട്ട് ആ സംതിങ് എൽസ് ഞാൻ അവിടെ നിർത്തി. ഞാൻ നേരെ വന്നത് എവിടെയാ? ഞാനൊരു ഒബ്ജക്റ്റിനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഞാനൊരു ഒബ്ജക്റ്റിനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഞാനിങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരിക്കലും എന്തുണ്ടാവില്ല? ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവില്ല അല്ലേ? ക്ലിയർ അല്ലേ? ട്രാൻസ്ലേഷൻ മോഷൻ അതിന് പോസിബിൾ അല്ല. ഓക്കെ, ക്ലിയർ? ദ ഓൺലി പോസിബിൾ മോഷൻ ദെൻ ഈസ് റൊട്ടേഷൻ. ഓക്കെ അല്ലേ? ഇപ്പം ഈ ഒരു ഒബ്ജക്റ്റിന് ഞാനിതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ആക്സിസ്, ഒരു കൈൻഡ് ഓഫ് ആക്സിസ്, ഈ ഒരു ആക്സിസിനെ ആധാരമാക്കിയിട്ട് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണെങ്കിൽ ഇതിനാകെ പോസിബിൾ ആയിട്ടുള്ളത് വട്ടം കറങ്ങാം. പക്ഷെ ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? അപ്പം എന്റെ ആക്സസ് ഫിക്സഡ് ആണെങ്കിൽ എനിക്ക് പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു മോഷനേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ പറഞ്ഞ റൊട്ടേഷൻ. എക്സാമ്പിൾ നമ്മുടെ സീലിംഗ് ഫാൻ. ഓക്കെ, സീലിംഗ് ഫാൻ നമുക്കറിയാലോ, അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ആക്സിസിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം അതെന്താ നടക്കുന്നത്? റൊട്ടേഷണൽ മോഷനാണ്. ഇപ്പൊ റൊട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടിയല്ലോ. അതായത് ഒരു ഫിക്സഡ്, ഇപ്പൊ റൊട്ടേഷൻ മാത്രം സ്പെസിഫിക് ആയിട്ട് പറയുവാണ് കേട്ടോ, ട്രാൻസ്ലേഷൻ ഇല്ലാത്ത കേസാണ് പറയുന്നത്. അതായത് ഒരു ആക്സിസ് ഫിക്സ് ചെയ്തിട്ട്, അതാണ് ഇവിടെ പറയുന്നത്. അതായത് എവിടെയാടാ? The composite body so that yes it does not have a translation motion is to fix it along a straight line. സിമ്പിൾ ഫാൻ ചിന്തിക്കുക, മനസ്സിൽ ഫാൻ മാത്രം കൊണ്ടുവരാം. ആ ഫാൻ അവിടെ ഫിക്സഡ് അല്ലെ, അതിന്റെ ഒരു ആക്സിസ് അവിടെ ഇങ്ങനെ ഫിക്സഡ്, ആ ആക്സിസുമെയാണ് അതിന് ആധാരമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ല. കാരണം എന്താ? ഫാൻ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ? സീലിംഗ് ഫാൻ ട്ടോ ഇങ്ങോട്ടോ മാറുന്നുണ്ടോ? ഇല്ല, അതിന് ട്രാൻസ്ലേഷൻ ഇല്ല. പകരം എന്താ ചെയ്യുന്നത്? അത് കറങ്ങുന്നുണ്ട്. ദാറ്റ് ഈസ് അതിന് റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ഒരു മോഷനാണ്. The line which of the body is fixed is termed as axis of rotation. ഇതാണ് നമ്മുടെ ഫാനിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ അല്ലേ? അതായത് ഒരു പോയിന്റിന് ആധാരമാക്കിയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ആക്സിസിനെ ആധാരമാക്കിയിട്ടാണോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്, അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏത് ബോഡിനെ, ഏത് ആക്സിസിനെ ആധാരമാക്കിയിട്ടാണോ വട്ടം കറങ്ങുന്നത്, അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ.
ക്ലിയർ അല്ലേ? ഇനി നമുക്കറിയാം ഇതുപോലെ ഒരു ആക്സിസ് ഉണ്ട്, ഈ ആക്സിസ് ഫിക്സഡ് ആണ്, നമ്മുടെ റിജിഡ് ബോഡി ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഇതിനൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു, എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അപ്പം ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെയാണ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റൊട്ടേഷണൽ മോഷൻ, എന്താണ് സർക്കുലർ മോഷൻ എന്നുള്ളത്. ഈ ഒരു സ്പെസിഫിക്കലി ഈ ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ് മൂവ് ചെയ്യുക? യെസ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? സോ ആ റൊട്ടേഷന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും? യെസ്, ഒരു സർക്കുലർ പാത്തില് ഇത് മൂവ് ചെയ്യും. അപ്പൊ ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആണ് സർക്കുലർ മോഷൻ. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഇതുപോലെയുള്ള എത്രയോ പാർട്ടിക്കിൾ ഇങ്ങനെ സർക്കുലർ മോഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു റിജിഡ് ബോഡി കറങ്ങുന്നത്. അപ്പം എല്ലാം മൊത്തം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? റൊട്ടേഷണൽ മോഷൻ. ഒരു സ്പെസിഫിക്കലി ഒരു പാർട്ടിക്കിളിന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്? യെസ്, ഈ ഒരു പാർട്ടിക്കിൾ മാത്രമാണ് ഓക്കെ, ഈ ഒരു പാർട്ടിക്കിൾ മാത്രം ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിൽ കറങ്ങുവാണെങ്കിൽ നമ്മൾ പറയും അത് സർക്കുലർ മോഷൻ. ഓക്കെ, ഇതുപോലെ n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് ഒരു റിജിഡ് ബോഡിയിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ പറയും റൊട്ടേഷണൽ മോഷൻ. ഓക്കെ അല്ലേ? സോ ഈ ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഈ ഒരു ആക്സിസ് ഇവിടെ എന്റെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഈ പാർട്ടിക്കിൾ ഈ ആക്സിസിനെ ആധാരമാക്കിയിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പം ഇതാണ് എന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഈ ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഇനി ഞാൻ പാർട്ടിക്കിൾ എടുത്തത് തൊട്ടടുത്ത്, അതായത് കുറച്ച് ആക്സിസ് നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ, അതെന്ത് ചെയ്യും? യെസ്, ദാ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ? അപ്പം ഇതിന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താ? യെസ്, ദാ ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിനിൽ നിന്നിട്ടല്ലേ ഇതിങ്ങനെ വട്ടം കറങ്ങുന്നത്. സോ ഇതാണ് എന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആക്സിസ് ഓഫ് റൊട്ടേഷനും പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്താണ്? യെസ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഏത് പാർട്ടിക്കിളിനെ എടുത്ത് നോക്കിക്കോ, ഇവിടെ ഉള്ള ഒരു പാർട്ടിക്കിളിനെ എടുത്തു, അത് ഇങ്ങനെ കറങ്ങും അല്ലെ? ഇങ്ങനെ വട്ടം കറങ്ങും. ദാറ്റ് മീൻസ് അതാണ് അതിന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇതിനെ ഞാൻ ഇങ്ങനെ ഈ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്താണ്? പ്ലെയിൻ ഓഫ് റൊട്ടേഷനാണ്. ഓക്കെ, ആ പാർട്ടിക്കിളിന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷനാണ്. സോ ഓരോ പാർട്ടിക്കിളിനും അത് കറങ്ങുന്ന ഒരു പ്ലെയിൻ ഉണ്ടായിരിക്കും, അതാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ പറയുന്നത്. ഓക്കെ, ഓരോ പാർട്ടിക്കിളും അത് കറങ്ങുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, അതാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ടേം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ആക്സിസ് ഓഫ് റൊട്ടേഷനും പ്ലെയിൻ ഓഫ് റൊട്ടേഷനും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിനെ ആധാരമാക്കിയിട്ടാണോ ഈ റിജിഡ് ബോഡി വട്ടം കറങ്ങുന്നത്, അതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യുന്ന പ്ലെയിൻ. ഓക്കെ, അതിങ്ങനെ കറങ്ങുന്ന ആ ഒരു പ്ലെയിനെയാണ് പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് രണ്ടും എന്തായിരിക്കും? ആക്സിസ് ഓഫ് റൊട്ടേഷനും പ്ലെയിൻ ഓഫ് റൊട്ടേഷനും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി എക്സാമ്പിൾസ് പറയുവാണ് കേട്ടോ. നമ്മുടെ ഫിക്സഡ് ആക്സിസ് പ്യുവർ റൊട്ടേഷണൽ മോഷൻ പറയുന്നത്, അതായത് റൊട്ടേഷൻ മാത്രമല്ല പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റൊട്ടേഷൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ അതിന്റെ ആക്സിസ് ഫിക്സഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സീലിംഗ് ഫാൻ, ടേബിൾ ഫാൻ അതിന് എക്സാമ്പിൾ അല്ല കേട്ടോ. അതുപോലെ പോട്ടേഴ്സ് വീൽ. ഓക്കെ, നമ്മളിങ്ങനെ മൺകുടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ഒരു ആക്സിസ് ഒരു ആക്സിസിൽ ഇതിങ്ങനെ എന്തായിരിക്കും? കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? യെസ്. ദെൻ ജയന്റ് വീൽ. ഓക്കെ, ജയന്റ് വീൽ നമ്മൾ കുറെ പോയിട്ടുള്ളതാണ്. മെറി ഗോ റൗണ്ട്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണെടാ? യെസ്, നമ്മുടെ പ്യുവർ റൊട്ടേഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത്, let us try to understand what rotation is, what characteristics rotation. You may notice that in rotation of a rigid body about a fixed axis, every particle of the body moves in a circle which lies in a plane perpendicular to the axis and it has a center of axis. Okay, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ ഓരോ പാർട്ടികളും എന്തായിരിക്കും? ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായി ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഡോട്ടഡ് ലൈൻ ആണ്, അതായത് ഈ P2 എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കുന്നത്. P1 പാർട്ടിക്കിൾ ഇരിക്കുന്നത് കണ്ടോ? ഇത് അനദർ കൈൻഡ് ഓഫ് ഇതാണ്. ഇനി P3 നോക്കിക്കഴിഞ്ഞാലോ, P3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ്? അത് ആക്സിസിൽ തന്നെയാണ്. ഓക്കെ, P3 എന്ന് പറയുന്നത് ആക്സിസ് തന്നെയാണ് അല്ലെ? സോ ഇവിടെ നമ്മൾ ഓരോ നോക്കിയപ്പോഴും പൊസിഷൻ വെക്ടർ ഉണ്ടായിരുന്നു. ഇവിടെ R2 ഡിസ്റ്റൻസ് ആണ്, ഇവിടെ R1 ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടുത്തെ R എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഫോർ എനി പാർട്ടിക്കിൾ ഇൻ ദ ആക്സിസ്, ഓക്കെ, എനി പാർട്ടിക്കിൾ ഇൻ ദ ആക്സസ്, അവിടെ എന്തായിരിക്കും? R എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ടിക്കിൾ എന്താണ്? സ്റ്റേഷനറി. അതായത് ഈ ആക്സിസ് എന്താ? ആക്സിസ് ഫിക്സഡ് ആ അല്ലെ? അപ്പം ഈ ആക്സിസിലാണ് ഞാൻ ഒരു പാർട്ടിക്കിൾ എടുക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, പ്യുവർ റൊട്ടേഷണൽ മോഷൻ, അഗൈൻ ഐ ആം ടെല്ലിങ് യു, പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, പ്യുവർ റൊട്ടേഷണൽ മോഷനിലെ ആക്സിസ് ഫിക്സഡ് ആണ്. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. പ്യുവർ റൊട്ടേഷണൽ മോഷനിലെ ആക്സിസ് ഫിക്സഡ് ആണ്. ഓക്കെ, ആക്സിസ് ഫിക്സഡ്, അവിടെ ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ അല്ല. ഓക്കെ അല്ലേ? ട്രാൻസ്ലേഷൻ മോഷൻ പോസിബിൾ അല്ല. സോ ഇവിടെ ഞാൻ പറഞ്ഞപ്പം ഓരോ പാർട്ടിക്കിളും എന്താണ്? ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ നിന്നിട്ടാണ് കറങ്ങുന്നത്. ഓക്കെ അല്ലേ? ഒരു പ്ലെയിനിൽ നിന്നിട്ടാണ് കറങ്ങുന്നത്. ഇനി ഞാൻ ആക്സിസിലെ പോയിന്റ് എടുത്തത്, ഓക്കെ, ആക്സിസിലെ പോയിന്റ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആക്സിസിലെ പോയിന്റ് ഞാൻ എടുത്തെങ്കിൽ ഒന്ന് നോക്കിക്കേടാ. യെസ്, ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടിക്കിൾ സ്റ്റേഷനറി ആണ്. ഓക്കെ, ആക്സിസിലുള്ള എല്ലാ പാർട്ടിക്കിളും എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഇഫ് ഇറ്റ് ഇസ് ഫിക്സഡ്, ഇഫ് ഇറ്റ് ഇസ് ഇൻ എ പ്യുവർ റൊട്ടേഷണൽ മോഷൻ.
ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അതായത് എന്തായിരുന്നു? യെസ്, നമ്മുടെ ഈ പറയുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഓരോ പാർട്ടിക്കിളും കറങ്ങുന്ന പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിൽ ആ ഒരൊറ്റ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി, അത്രേ പഠിക്കാനുള്ളൂ കേട്ടോ. അതുപോലെ ആക്സിസിലെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേഷനറി ആയിരിക്കും. ഇനി അടുത്ത നമ്മൾ പറയുന്നത് പ്യുവർ റൊട്ടേഷൻ അല്ല. അതായത് ഈ സംഭവം എന്തല്ല? യെസ്, ഫിക്സഡ് അല്ല. ആക്സിസ് ഫിക്സഡ് അല്ല. അതിന് എക്സാമ്പിൾ ആണ് എ സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പിന്നിങ് ടോപ്പ്, നമ്മുടെ പമ്പരം. ഓക്കെ, അപ്പൊ ഈ സ്പിന്നിങ് ടോപ്പ് പറയുമ്പോൾ നമ്മൾ എസ്പെഷ്യലി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. വി അസ്യൂം ദാറ്റ് ടോപ്പ് ഡസ് നോട്ട് സ്ലിപ്പ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. കാരണം എന്താ? സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ ട്രാൻസ്ലേഷൻ മോഷൻ കൂടെ വന്നു. ഓക്കെ, നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ മോഷൻ ഇല്ലാത്ത സ്പിൻ ചെയ്യുന്ന ഒരു പമ്പരം. അപ്പൊ നമുക്കറിയാം അതിന്റെ ഈ പറയുന്ന ആക്സിസ്, ഓക്കെ, ഇതിന്റെ ആക്സിസ് എന്തല്ലടാ? ഫിക്സഡ് അല്ല, അല്ലെ? ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, അതും കറങ്ങുന്നുണ്ട്, ഈ സാധനം പിന്നെയും കറങ്ങുന്നുണ്ട്, അല്ലെ? യെസ്, ഇത് ഇങ്ങനെ 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 കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, പമ്പരം ഇരിക്കുന്നത് എങ്ങനെയാ? യെസ്, അതിനൊരു ആക്സിസ് ഉണ്ട്, പക്ഷെ ആ ആക്സിസിന്റെ ഒരു പോയിന്റ് ആണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു പോയിന്റ് അവിടെ ഫിക്സഡ് ആണ്. ഈ ആക്സിസ് എന്ത് ചെയ്യും? ആ ഒരൊറ്റ പോയിന്റിനെ കേന്ദ്രീകരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ആക്സിസും ഈ ബോഡിയുടെ കൂടെ തന്നെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ഒരു പോയിന്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? യെസ്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് ഉള്ളത്. ഈ ടൈപ്പ് മോഷൻ നമ്മൾ പറയുന്ന പേരാണ് പ്രിസിഷൻ. പക്ഷെ നിങ്ങൾക്ക് അത് സ്പെസിഫിക്കലി എടുത്ത് പഠിക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെക്കുക. ഈ ഒരു മോഷനാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. Upon this axis of rotation of the top at any instant passes through the point of contact. Another simple example, നമ്മുടെ ടേബിൾ ഫാൻ. ഓക്കെ, ടേബിൾ ഫാൻ നിങ്ങൾ നോക്കിക്കേടാ. ടേബിൾ ഫാൻ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിന് ഇങ്ങനെ ഒരു മോഷൻ ഉണ്ട്, ഇല്ലേ? യെസ്, അതായത് ഈ ആക്സിസ് എന്താണ്? ഈ ഒരു പോയിന്റിൽ ഫിക്സഡ് ആണ്. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? യെസ്, ഇതിങ്ങനെ ഒരു ഓസിലേറ്റിംഗ് ആയിട്ടുള്ള എഫക്ട് ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യും? ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ റൊട്ടേഷൻ എങ്ങനെയായിരിക്കും നടക്കുക? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു പമ്പരത്തിന്റെ ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ, അത് ക്ലോക്ക് വൈസ് ആണ് പോകുന്നതെങ്കിൽ ഈ പമ്പരം എങ്ങനെയായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും സ്പിൻ ചെയ്യുന്നത്. ഓക്കെ അല്ല? അപ്പൊ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്കും കൂടെ പഠിച്ചല്ലോ. സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. യെസ്. അപ്പം ഈ മോഷനെ പറയുന്ന പേര് പ്രിസിഷൻ എന്നാണ്. അത് കൂടുതൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. എക്സാമ്പിൾസ് മനസ്സിലായല്ലോ. ഫിക്സഡ് അല്ലാത്തത്, ഓക്കെ, ഫിക്സഡ് ആയിട്ടുള്ളതിനാണ് സീലിംഗ് ഫാൻ എക്സാമ്പിൾ പറഞ്ഞത്. ആക്സിസ് ഫിക്സഡ് അല്ലെങ്കിൽ അതിന് ഏറ്റവും എക്സാമ്പിൾ എന്താണ്? സീലിംഗ് ഫാൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്പിന്നിങ് ടോപ്പ്. ഇനി while a fan rotates and its axis moves sideways, this point is fixed. Thus, in more general case in rotation, such as the rotation of a top or a pedestal fan, one point and not one line. നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് ആക്സിസ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഇപ്പൊ നമ്മൾ ഈ കൺസിഡർ ചെയ്തപ്പോൾ, അതായത് നമ്മൾ ഈ ഫാനിന്റെ കേസ് കൺസിഡർ ചെയ്തപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പമ്പരത്തിന്റെ കേസ് കൺസിഡർ ചെയ്തപ്പോഴും അവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ലൈനിനെല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അല്ലെ? ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയിട്ടാണ് ആക്സിസും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേനും ഒരു പോയിന്റിലോട്ട് അത് വന്നു. ഓക്കെ, അതായത് ആക്സിസ് ഫിക്സഡ് അല്ലാത്ത കേസിൽ നമ്മൾ പറഞ്ഞു വൺ പോയിന്റ് ആണ്. ഓക്കെ, അതൊരു ലൈൻ ആയിട്ടല്ല പറയുന്നത്. ഓക്കെ അല്ലേ? അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന എന്താണ്? ഒരു ലൈൻ അല്ല, ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ പുതിയ എക്സാമ്പിൾസ് പഠിച്ചു വന്നപ്പം. ഓക്കെ അല്ലേ? In our study, however, we mostly deal with simpler and special case. അത് നമുക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, അല്ലെ? സിംപ്ലർ ആൻഡ് സ്പെഷ്യൽ കേസസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സോ thus for us, rotation will be about a fixed axis only unless stated otherwise. Okay? So ഇവിടെ നമ്മളിത് ഇവിടെ പറയാം കേട്ടോ. Okay. The rolling motion of a cylinder down an inclined plane is a combination of rotation about a fixed axis and a translation. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ നമ്മൾ എന്ത് ചെയ്തടാ? യെസ്, ഒരു സിലിണ്ടറിനെ നമ്മൾ അങ്ങ് വെച്ചു. അപ്പൊ അതെന്ത് നമ്മൾ പറഞ്ഞു? യെസ്, അവിടെ ഇതിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്, അല്ലെ? ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. ഓക്കെ, ഇതിന് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. ഇതിന്റെ പൊസിഷൻ മാറി. ആൻഡ് നമ്മൾ പറഞ്ഞു എന്തുണ്ട്? റൊട്ടേഷണൽ സംതിങ് എൽസ്, അല്ലെ? ആ സംതിങ് എൽസ് നമുക്ക് ഇപ്പൊ ക്ലാരിറ്റി കിട്ടി. എന്തായിരുന്നു ആ സംതിങ് എൽസ് എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ റൊട്ടേഷണൽ മോഷൻ. അതിപ്പോ നമുക്ക് ക്ലാരിറ്റി കിട്ടി. അപ്പൊ ഒരു റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞിട്ട് കോമ്പിനേഷൻ ഓഫ് ഈ പറഞ്ഞ ട്രാൻസിഷണൽ മോഷൻ പ്ലസ് റൊട്ടേഷണൽ മോഷൻ. Okay, so this something else in the case of rolling motion which we've referred to earlier is rotational motion. Okay, clear? Rotational motion. നമുക്കത് ഓൾറെഡി മനസ്സിലായി, NCERTക്ക് ഇപ്പോഴും മനസ്സിലായത് അല്ലേ? യെസ്. ഇനി അടുത്തത് നമുക്ക് 2 ഇമേജസ് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഫസ്റ്റ് ഇമേജ് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷൻ ആണ് കാണിക്കുന്നത്.
ഓക്കെ, അതായത് ഈ ഒരു കുപ്പി നമ്മളിങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പോയി ഒരു പരാബോളിക് പാത്തിൽ വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, താഴെ വന്ന് വീഴുന്നു. ഓക്കെ, അതെന്താ, യെസ്, അതിന് സ്ഥാനം ഇങ്ങനെ മാറി വന്ന് വീണു. അടുത്ത കേസ് എന്താണെന്നറിയാവോ, കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനിടയിൽ റൊട്ടേറ്റും കൂടെ ചെയ്തിട്ട് ഈ പാരാബോളിക് പാത്തിലൂടെ താഴത്തോട്ട് എത്തി. രണ്ടും ഡിഫറെന്റ് കേസസ് ആണ് അല്ലെ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ആണെങ്കിൽ, സെക്കൻഡ് കേസിൽ എന്തുണ്ട്, ട്രാൻസിഷൻ പ്ലസ് റൊട്ടേഷൻ ആണ് അല്ലെ. ഇതിങ്ങനെ റൊട്ടേറ്റും കൂടെ ചെയ്തിട്ടാണ് ഈ പാരാബോളിക് പാത്തിലൂടെ മൂവ് ചെയ്യുന്നത്. Okay, yes. So, the motion of a rigid body which is not pivoted or fixed in some ways either a pure translational or a combination of translational and rotation. The motion of a rigid body which is pivoted or fixed in some ways rotation. ഒന്നുമില്ല, ഈ ഒരൊറ്റ പോയിന്റ് മാത്രം ഹൈലൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഇത് എന്താ പറയാ ലൈൻ ബൈ ലൈൻ പഠിക്കണമല്ലോ എന്ന് ചിന്തിക്കേണ്ട ഒന്നുമില്ല. അതായത് ഇപ്പം ഒരു പോയിന്റ് ഫിക്സഡ് അല്ലെങ്കിൽ, ഓക്കെ, ഒരു റിജിഡ് ബോഡി അതിന്റെ ഫിക്സഡ് അല്ല എങ്കിൽ ഒന്നുകിൽ അതെന്തായിരിക്കും, പ്യുവർ ട്രാൻസിഷൻ. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ ഒരു ആക്സിസോ ഒന്നും ഫിക്സഡ് അല്ല, ഒരു പോയിന്റ് ഒന്നും ഫിക്സഡ് അല്ല, പക്ഷെ അതെന്താണ്, ഒരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ആയിരുന്നു അല്ലെ, പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ. സെക്കൻഡ് കേസ് വന്നപ്പോഴത്തേനും ഓക്കെ, നമുക്കറിയാം അവിടെയും എന്തല്ല, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ അവിടെ എന്തുണ്ട്, റൊട്ടേഷനും വന്നു, ട്രാൻസ്ലേഷനും വന്നു. അപ്പം ഈ പറയുന്ന പോലെ ഒരു റിജിഡ് ബോഡി വിച്ച് ഇസ് നോട്ട് പിവറ്റഡ് ഓർ ഫിക്സഡ്, അത് ഫിക്സഡോ പിവറ്റഡോ അല്ലെങ്കിൽ എന്താണ്, അത് ഒന്നുകിൽ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ആവാം, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിനും കോമ്പിനേഷൻ ആവാം. ഇനി ഫിക്സഡ് ആണെങ്കിൽ ഓക്കെ, ദ മോഷൻ ഓഫ് എ റിജിഡ് ബോഡി വിച്ച് ഇസ് പിവറ്റഡ് ഓർ ഫിക്സഡ് ഇൻ സം വേസ് റൊട്ടേഷൻ. ഓക്കെ, അതെന്തായിരിക്കും, ഒരു റൊട്ടേഷണൽ മോഷൻ ആയിരിക്കും. ദ റൊട്ടേഷൻ മേ ബി അബൌട്ട് ആൻ ആക്സിസ് ദാറ്റ് ഇസ് ഫിക്സഡ് ഓർ മൂവിംഗ്. അൻ എക്സാമ്പിൾ ആണ് കേട്ടോ, ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ സീലിംഗ് ഫാൻ്റെ എക്സാമ്പിൾ, ഇനി അത് മൂവിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് ടേബിൾ ഫാൻ വന്നത്. Okay, we shall at present chapter consider rotation motion about a fixed axis only. Okay, അതും നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, ഫിക്സഡ് ആക്സിസ് ഓൺലി. ബാക്കിയൊക്കെ പഠിക്കേണ്ടി വന്നാലോ. സോ ഇത്രയും പറഞ്ഞതിന്റെ ഒരു സമ്മറി നമുക്ക് പറയാം. ഇൻട്രൊഡക്ഷൻ പാർട്ടും റിജിഡ് ബോഡി അതുപോലെ തന്നെ ഇതിന് പോസിബിൾ ആയിട്ടുള്ള മോഷൻസും ആണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ എന്താ പറഞ്ഞത്, ഷേപ്പ് സൈസ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് സെയിം. ഓക്കെ, റിജിഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈസും ഷേപ്പും സെയിം ആയിരിക്കും. ഇവർ അതായത് ഈ ഒരു റിജിഡ് ബോഡിയിൽ ഏതെങ്കിലും ഒരു പെയർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സിസ്റ്റം, അതിന് ഇൻ ബിറ്റ്വീൻ ഉള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, അതും സെയിം ആയിരിക്കും, അതും മാറത്തില്ല. ഇത്രയുമാണ് റിജിഡ് ബോഡി എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് നമ്മൾ രണ്ട് ടൈപ്പ് മോഷൻസ് ആണ് പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ഇറങ്ങുന്നത് അല്ലെ. അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ വിത്തിൻ എ പെർട്ടിക്കുലർ ടൈം ഇന്റർവൽ ഇസ് സെയിം, ദെൻ പ്യുവർ റൊട്ടേഷൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് സെയിം. യെസ്. അപ്പൊ അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമിലോട്ട് വന്നു, സെന്റർ ഓഫ് മാസ്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ തുടങ്ങുന്നത്, ഇവർ പറയുന്നത് എന്താ, വി ഷാൽ ഫസ്റ്റ് see what the center of mass of a system of particle. Okay, ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് എന്താണെന്ന് ആദ്യം നോക്കാം, അതിനുശേഷം സിഗ്നിഫിക്കൻസ് പറയാമെന്നാ പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സെന്റർ ഓഫ് മാസ് ഒക്കെ പുല്ല് നമുക്കറിയാം അല്ലെ. ഇറ്റ് ഇസ് എൻ ഇമാജിനറി പോയിന്റ് അല്ലെ. ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇമാജിനറി പോയിന്റ് ആണ്. ആ ഒരു എൻറ്റയർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, ആ എൻറ്റയർ ബോഡിയുടെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് നമുക്കറിയാം. ഓക്കെ അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യെസ്, നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മോഷൻസ് നമുക്ക് സിംപ്ലിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലൈനിന് നമ്മൾ പ്രാധാന്യം ഇല്ലെന്ന് അങ്ങ് തെളിയിച്ചു, കാരണം നമുക്ക് ഇത് ഓൾറെഡി അറിയാം. ഇനി ഫസ്റ്റ് ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്തു, യെസ്, ഒരു എക്സ് വൈ ആക്സിസ് എടുത്തു. അവിടെ ഞാൻ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ബോഡീസ് ആണ് ഉള്ളതെന്ന് അവർ ഇമാജിൻ ചെയ്തു. ഒരെണ്ണത്തിന്റെ മാസ് M1 ആണ്, ഒരെണ്ണത്തിന്റെ മാസ് M2 ആണ്. ഓക്കെ അല്ലെ. ഒരെണ്ണത്തിന്റെ മാസ് M1, ഒരെണ്ണത്തിന്റെ മാസ് M2. ഇനി എന്താ പറയുന്നത്, ഒറിജിനിൽ നിന്നും M1 ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത്, ഒറിജിനിൽ നിന്നും M2 ഡിസ്റ്റൻസ് ആണ് x2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു പോയിന്റിനെ ഇമാജിൻ ചെയ്തു. ഓക്കെ, ഈ സി എന്ന് പറയുന്ന പോയിന്റിലാകാം സെന്റർ ഓഫ് മാസ് എന്ന് ഇമാജിൻ ചെയ്തു. ആ സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെ എക്സ് എന്നും വിളിച്ചു. ഓക്കെ അല്ലെ, എക്സ് എന്നും വിളിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെന്റർ ഓഫ് മാസിന്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, അതായത് ഈ പൊസിഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യെസ്, അത് നമുക്ക് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. അറിയാത്തവരുണ്ടെങ്കിൽ ലെക്ചർ ഒന്ന് കാണുക കേട്ടോ, നമ്മുടെ വൺ ഷോട്ട് ലൈവ് ഒന്ന് കണ്ടു നോക്കുക, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ അല്ലെ. M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക സം ഓഫ് മാസ് മൊമെന്റ്സ്. ഓക്കെ, സം ഓഫ് മാസ് മൊമെന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം.
ഓക്കെ അല്ലെ? ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് എന്ത് ഇക്വേഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം ഈ M1 x1 പ്ലസ് M2 x2 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് മാസ് മൊമെന്റ്സ് അല്ലെ? M1 എന്ന് പറയുന്ന മാസിന്റെ മൊമെന്റ് ആണ് M1 x1 എന്ന് പറയുന്നത്. M2 എന്ന് പറയുന്നതിന്റെ മാസ് മൊമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് M2 x2 എന്ന് പറയുന്നത്. M1 പ്ലസ് M2 എന്ന് പറഞ്ഞ ടോട്ടൽ മാസ്. ഇനി ലെറ്റ്സ് സേ ഇവിടെ ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ടെങ്കിലോടാ, ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ടെങ്കിൽ 3 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ M1 x1 പ്ലസ് M2 x2 പ്ലസ് M3 x3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ, n പാർട്ടിക്കിൾ ഉണ്ടെങ്കിലോ ഇവിടെ വരെ പോയിട്ട് Mn xn അല്ലെ? ഇനി ഇവിടെ എന്താ വരും? പ്ലസ് പ്ലസ് എക്സെട്ര എക്സെട്ര പ്ലസ് Mn. ഓക്കെ, യെസ്. ഇനി അടുത്തത് പറയുന്നത് എന്താ? ഇവിടെ മാസ് സെയിം ആണ്. ഓക്കെ, അതായത് M1 പ്ലസ് M2 അല്ലെ, സോറി, M1 ഇസ് ഈക്വൽ ടു M2 ആണെന്നാ പറയുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്പർ ഈ ഒരു ഇക്വേഷനിലെ M1 ഇസ് ഈക്വൽ ടു M2 ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെ നമ്മൾ M എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടത്തെ ഇക്വേഷനിൽ ഇവിടെ എന്തായിരിക്കും? M1 പകരം M എന്ന് ഇട്ടാൽ പോരെ, MX1 പ്ലസ് MX2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2, ദാറ്റ് ഈസ് M പ്ലസ് M, ദാറ്റ് മീൻസ് 2M. ഓക്കെ അല്ലേ? സോ ഇവിടെ നിന്ന് മേളിന്ന് എമ്മിനെ കോമൺ ആയിട്ട് എടുത്തു. MX1 പ്ലസ് X2 ഡിവൈഡഡ് ബൈ 2M. എമ്മും പോയി, കിട്ടി നമുക്ക് X1 പ്ലസ് X2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ മാസ് സെയിം ആണ്. അതായത് നമ്മുടെ ആ സിസ്റ്റത്തിലെ ബോഡിയിലെ ഓരോ പാർട്ടിക്കിളിന്റെ മാസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പൊസിഷൻ കണ്ടുപിടിക്കാം? X1 പ്ലസ് X2 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാൻ പറ്റും, മാസ് സെയിം ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? X is equal to n വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അവിടെ സമ്മേഷൻ ആയിട്ട് കൊടുത്തു MIXI ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സിസ്റ്റം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ M എന്ന് കൊടുക്കാം. എന്തുകൊണ്ടാ? ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് സിഗ്മ MIXI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഓക്കെ, ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് മാസ്. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്തത്, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെയാ? അതാ ഇവിടെ 2 പാർട്ടുകൾ ഇരിക്കുന്നു എന്നല്ലേ? ഇവിടെ ഇരിക്കുന്നത് പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലോ, ഒരു പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ XY പ്ലെയിനിലാണ് നമ്മുടെ പാർട്ടികൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. സോ ഒരെണ്ണത്തിന് മാസ് M1 ഒരെണ്ണത്തിന് മാസ് M2 ആണെന്ന് അങ്ങ് വിചാരിക്കാം. നമുക്കറിയാം ഇനി ഇവിടെ ഒരു കോർഡിനേറ്റ് അല്ല അല്ലെ? ഇവിടെ X1 ഉണ്ട്, Y1 ഉണ്ട്. ഇവിടെയാണെങ്കിലോടാ X2 ഉണ്ട്, Y2 ഉണ്ട്. ഓക്കെ അല്ലേ? സോ 2 കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ സെന്റർ ഓഫ് മാസ് ഇവിടെയാണെന്ന് വിചാരിക്കുക, C എന്ന് പറയുന്ന പോയിന്റ്. സോ C എന്ന് പറയുന്ന പോയിന്റിലെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Xും കണ്ടുപിടിക്കണം, X കോർഡിനേറ്റും കണ്ടുപിടിക്കണം, Y കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ആദ്യം നമ്മൾ X കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ Y കണ്ടുപിടിച്ചു. ദെൻ ഇനി എന്താ പറയുന്നത്? സെയിം മാസ് ആണ്. അതായത് ഇവിടെ M1 ഇസ് ഈക്വൽ ടു M2 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ എന്ത് ചെയ്താൽ മതി? M1ന്റെ അവിടെ M എന്ന് കൊടുക്കുക, M2ന്റെ അവിടെ M എന്ന് കൊടുക്കുക. സോ നമുക്ക് കിട്ടും X1 പ്ലസ് X2 പ്ലസ് X3 ഡിവൈഡഡ് ബൈ 3 ആണെന്ന് പറയുന്നത് നമ്മുടെ X കോർഡിനേറ്റ്, അതായത് X കോർഡിനേറ്റിൽ അല്ലെങ്കിൽ X ആക്സിസ് നമ്മൾ നേരെ വരയ്ക്കുന്ന ഈ ഒരു പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി Yന്റെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ M1 M2 M3 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു M ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. Y1 പ്ലസ് Y2 പ്ലസ് Y3 ഡിവൈഡഡ് ബൈ 3. ഇനി അടുത്തത് എന്തായിരിക്കും? അഫ്കോഴ്സ് n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ. ഓക്കെ, n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, ഇതിനെ സം ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ സം, അതായത് മാസ് മൊമെന്റ്സിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ക്യാപിറ്റൽ M ഇടുന്നത് ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം ആണ് കേട്ടോ. ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം ആണ് ക്യാപിറ്റൽ M ഇടുന്നത്. സോ നമ്മളിപ്പം സ്പേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കോർഡിനേറ്റും കൂടെ വരും, ആരാ? സെഡും കൂടെ വരും. അപ്പൊ ആ സെഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? സമ്മേഷൻ MIZI ഡിവൈഡഡ് ബൈ M. ഓക്കെ, അതിൽ ഈ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, മൊത്തം സിസ്റ്റത്തിന്റെ മാസ്. ഇനി അടുത്തത്, ഇനി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് പൊസിഷൻ വെക്ടർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് RI എന്ന് പറയുന്നതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ദി ith പാർട്ടിക്കിൾ ആൻഡ് ക്യാപിറ്റൽ R എന്ന് പറയുന്നതാണ് പൊസിഷൻ വെക്ടർ ഓഫ് ദി സെന്റർ ഓഫ് മാസ്. നമുക്കറിയാം നമുക്ക് ആരെ കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റൽ R അല്ലേ? സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിനെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സോ നമ്മൾ RIനെ നമ്മൾ എന്ത് ചെയ്തു? 3 കോർഡിനേറ്റ്സിന്റെയും ടേമിൽ നമ്മൾ എഴുതി XI I ക്യാപ്പ് പ്ലസ് YI J ക്യാപ്പ് പ്ലസ് ZI K ക്യാപ്പ്. ദെൻ നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ആണ് ഇത് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു? R എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? MIRI ഡിവൈഡഡ് by total mass. ഓക്കെ അല്ലേ? യെസ്.
ഇനി അടുത്ത എന്താ, റിജിഡ് ബോഡി സച്ച് ആസ് എ മീറ്റർ സ്റ്റിക് ഓർ എ ഫ്ലൈ വീൽ ഇസ് എ സിസ്റ്റം ഓഫ് ക്ലോസ്ലി ഓക്കെ, ഒന്നുമില്ല ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട. സിമ്പിൾ ആയിട്ട് നമുക്കറിയാം, നമുക്ക് ചുറ്റിനുള്ള ബോഡീസ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് വരിക, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. അതായത് ഇങ്ങനെ ഈ ഓരോ പോയിന്റ് മാസസും ഈ എൻ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചേക്കുക അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോമോജീനസ് ബോഡീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം അതിന്റെ മാസ് മൊമെന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഒരു ചെറിയൊരു ഭാഗം എടുത്ത് നമ്മൾ, ഓക്കെ, ഒരു മാസ് മൊമെന്റ്, അതായത് നമ്മളിപ്പോ ഒരു വലിയൊരു ബോഡിയുടെ ചെറിയൊരു സ്ലൈസ് എടുത്തു, ഇതിന്റെ മാസ് DM ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ മാസ് DM ആണെന്ന് വിചാരിക്കുക. സോ മാസ് മൊമെന്റ് ഓഫ് DM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മാസ് മൊമെന്റ് ഓഫ് DM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, യെസ്, ഇത് ഒറിജിനൽ നിന്ന് ഇത് എത്ര ഡിസ്റ്റൻസ് അകലെയാണോ അത് ഇൻറ്റു DM എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, XDM എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതുപോലെ YDM കൊടുക്കാം അല്ലെ, അതുപോലെ തന്നെ ZDM കൊടുക്കാം. ഓക്കെ അല്ലേ, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ നമുക്ക് ഈ മാസ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഓക്കെ, ഇപ്പൊ ലെറ്റ്സ് സേ XI to XF ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മാസ് മൊമെന്റ് കിട്ടില്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടത്തില്ലേ. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. വൈന്റെ ആണെന്നുണ്ടെങ്കിൽ YDM ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, സെഡിന്റെ ആണെങ്കിലോ സെഡ് കോർഡിനേറ്റ് ആണെങ്കിലോ ZDM ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. വേറെ ഒന്നും നിങ്ങളിത് വായിച്ച് കോംപ്ലിക്കേറ്റഡ് ആവാൻ ഒന്നും നിൽക്കണ്ട. ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമുക്ക് ചുറ്റിനുള്ള ബോഡീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ അവിടെ നമ്മൾ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ചെറിയ ഈ ഒരു പോർഷന്റെ സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഡിസ്റ്റൻസ് X ആണ്. സോ ഈ ചെറിയൊരു പോർഷന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു സ്ലൈസ് അല്ലേ ഇത് മൊത്തം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിന് മൊത്തം ഇവിടെ മുതൽ ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്നതല്ലേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് പറയുന്നത്, സെന്റർ ഓഫ് മാസ്. ഓഫൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ സെന്റർ ഓഫ് മാസ് എ ഹോമോജീനസ് ബോഡി ഓഫ് റെഗുലർ ഷേപ്സ് ലൈക്ക് റിംഗ്, ഡിസ്ക്, സ്ഫിയർ, റോഡ്സ് എക്സെട്ര. ബൈ യൂസിംഗ് സിമെട്രിക് കൺസിഡറേഷൻ വി ക്യാൻ ഈസിലി ഷോ ദാറ്റ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദീസ് ബോഡീസ് ലൈ അറ്റ് ദി ജിയോമെട്രിക് സെന്റർ. ഒന്നുമില്ല, അതായത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ടോ ഹോമോജീനസ് ബോഡി ആണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും, എക്സാക്ട്ലി സെന്ററിലായിരിക്കും. ഓക്കെ, എക്സാക്ട്ലി സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, ഒരു ബോഡി ഹോമോജീനസ് ആണെന്നുണ്ടെങ്കിൽ, ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ, യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡാ. ഓക്കെ, എവിടെ നോക്കി കഴിഞ്ഞാലും മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ, സെയിം ആയിരിക്കും, ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, ഇതിപ്പോ ഒരു യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോമോജീനസ് ബോഡി ആണെന്ന് വിചാരിക്കുക. സോ ഇത് ടോട്ടൽ ലെങ്ത് ഇതിന്റെ L ആണെന്നുണ്ടെങ്കിൽ L/2 ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്, എക്സാക്ട്ലി സെന്ററിൽ. ഇപ്പൊ ലൈക്ക് ഫോർ സ്ഫിയർ എടുത്തു, ഇതിന്റെ സെന്ററിലായിരിക്കും വരിക. ഒരു സിലിണ്ടർ എടുത്തു, ഓക്കെ, ഹോമോജീനസ് ആണ്, ഓക്കെ, മാസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡാ, സെന്ററിലായിരിക്കും. പക്ഷേ ഒരു ട്രയാങ്കിൾ എടുത്താലോ, ട്രയാങ്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിനോട് അടുത്തിട്ടായിരിക്കും ആര് വരുന്നത്, സെന്റർ ഓഫ് മാസ് വരുന്നത്. അതിന്റെ മാസ് കൂടുതൽ എവിടേക്കാണോ, അതായത് ഹോമോജീനസ് ബോഡി അല്ലെങ്കിൽ മാസ് കൂടുതൽ എവിടെയാണോ അവിടേക്കായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ പോകുന്നത്. ഇനി റിംഗ് എടുത്തു, അതായത് ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ എന്തില്ല, മാസ് ഇല്ല. ഒരു ഹോളോസ്ഫിയർ എടുത്ത് അതിന്റെ ഉള്ളിൽ മാസ് ഇല്ല, പക്ഷെ അതിന്റെ സെന്ററിലായിരിക്കും എന്ത് വരുന്നത്, സെന്റർ ഓഫ് മാസ് വരുന്നത്. എക്സാമ്പിൾ ഡോണറ്റിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ് വരിക, സെന്ററിലാണ്. അവിടെ ഡോണറ്റ് ഉണ്ടോ, ഇല്ല, ഔട്ട്സൈഡ് ബോഡിയാണ് സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവിടെ പറയുന്നത് നമ്മുടെ എന്താ പറയാ, ഒരു തിൻ റോഡിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഇത് നിങ്ങൾ വായിക്കേണ്ട, ഞാൻ ഇവിടെ ഇപ്പുറത്ത് എഴുതുന്നത് മാത്രം ഒന്ന് കണ്ടാൽ മതി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു തിൻ റോഡിന്റെ എൻറ്റയർ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M എന്നെടുത്തു. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L എന്നെടുത്തു. ഓക്കെ, ടോട്ടൽ മാസ് M, ടോട്ടൽ ലെങ്ത് L. അങ്ങനെയാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്തായിരിക്കും, M/L അല്ലേ. അപ്പം എനിക്ക് യൂണിറ്റ് ലെങ്ത്തിലെ മാസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ചെറിയൊരു പോർഷൻ കണ്ടെത്തി. ഓക്കെ, ദാറ്റ് ഈസ് DM. ഓക്കെ, DM ആണ്. അങ്ങനെയാണെങ്കിൽ DMന്റെ കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ DM എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം, ഒരു യൂണിറ്റ് ലെങ്ത്തിലെ മാസ് എന്ന് പറയുന്നത് M/L ആണ്. ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ് DX ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് M/L × DX ചെയ്തിട്ടുണ്ടെങ്കിൽ DM കിട്ടത്തില്ലേ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് M/L ആ. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിലുള്ള മാസ് എന്ന് പറയുന്നത് M/L ആണ്. അങ്ങനെയാണെങ്കിൽ DX ഡിസ്റ്റൻസിൽ എനിക്കുള്ള മാസ് അറിയണമെങ്കിൽ അത് DM ആണെന്ന് അറിയാം. എനിക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റാ, M/L × DX.
ഓക്കെ, ഇനി എനിക്ക് DM കിട്ടി. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രൽ എക്സ് DM ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ചെയ്താൽ പോരെ. സോ ഞാൻ ഇവിടെ ഇന്റഗ്രൽ എക്സ് DM പകരം എന്ത് കൊടുത്താൽ മതി? യെസ്, M/L ഇൻറ്റു DX. ഓക്കെ അല്ലേ? അത് ഞാൻ എവിടെ തൊട്ട് എവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 to L അല്ലേ? 0 to L അല്ലേ ലെങ്ത് വരുന്നത്? യെസ്. സോ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഇനി ഒരു തിൻ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മാസോ ലെങ്തോ മാറോ ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇന്റഗ്രേഷനിൽ നിന്ന് അവരൊക്കെ പുറത്തേക്ക് എടുത്തു. ഡിവൈഡഡ് ബൈ ഒരു ടോട്ടൽ മാസ് ഉണ്ട്. സോ ഇന്റഗ്രൽ 0 to L x dx. എമ്മും ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് കിട്ടി 1/L ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to L. സോ ദിസ് വിൽ ബി L²/2L വരും. സോ ദാറ്റ് മീൻസ് L/2. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്താണ് കേട്ടോ L²/2L വന്നത്. അപ്പം എനിക്ക് കിട്ടി L/2. അതായത് ഒരു തിൻ റോഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എക്സാക്ട്ലി സെന്ററിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ സമ്മറിയിലോട്ട് പോകാം. സെന്റർ ഓഫ് മാസ് അതിന്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർ റിജിഡ് ബോഡി സെന്റർ ഓഫ് മാസ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് ദ ബോഡി, വെദർ ഇറ്റ് ഇസ് ഇൻ റെസ്റ്റ് ഓർ ആക്സിലറേറ്റഡ് മോഷൻ ഓർ വാട്ട് എവർ ഇറ്റ് മേ ബി. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് മോഷനിലാണോ, നിൽക്കുവാണോ, ഇരിക്കുവാണോ, അതൊന്നും വിഷയമല്ല. ഇനി സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. യെസ്. ഇനി അടുത്തത് നമ്മുടെ NCERT എക്സാമ്പിൾസ് ആണ് കേട്ടോ പറയുന്നത്. ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് 3 പാർട്ടിക്കിൾ അറ്റ് ദി വെർട്ടിസസ് ഓഫ് എൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ. ദർ ആർ masses of the particle are 100 gram, 150 gram and 200 gram respectively. Each side of the equilateral triangle is 0.5 meter long. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ഇക്വാലേറ്റർ ട്രയാങ്കിളും വരച്ചു. അതിന്റെ ഒരു ഭാഗം ഞാൻ ഒറിജിനൽ വരുന്ന പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ എനിക്കറിയാം ഒരു സൈഡിന്റെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 0.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സാക്ട്ലി ഇക്വിലേറ്റർ ട്രയാങ്കിൾ അല്ലേ, എക്സാക്ട്ലി ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് ബിയിൽ നിന്ന് ഞാൻ താഴത്തോട്ട് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ സെന്ററിലോട്ടായിരിക്കും. ദാറ്റ് മീൻസ് 0.5ന്റെ ഹാഫ്. സോ എനിക്ക് കിട്ടി ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 0.25 ആണ്. ആൻഡ് ഈ ലെങ്ത് എന്ന് പറയുന്നത് അഗൈൻ 0.25 ആണ്. ഓക്കെ, ഇത്രയും സാധനം കിട്ടിയല്ലോ. ഇനി ഞാൻ കോർഡിനേറ്റ്സ് എഴുതാൻ പോവാണെങ്കിൽ, ഈ ഒരു ഇവിടുത്തെ കോർഡിനേറ്റ് എഴുതുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. സിമ്പിൾ ആയിട്ട് പറയും, ഒറിജിനൽ അപ്പം 0 0 എന്ന് എഴുതാം അല്ലേ? യെസ്. ഇനി ഇവിടെ ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ പൊസിഷൻ. ഓക്കെ, സോ എനിക്ക് ഇവിടെ അല്ല വേണ്ടത്, എനിക്ക് ഈ ബിയിലാണ് അറിയേണ്ടത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എനിക്ക് 2 കോർഡിനേറ്റ്സ് വേണം അല്ലെ? സോ എക്സിന്റെ കോർഡിനേറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടി ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 0.25 ആണ്. ഈ ഭാഗം എന്തായിരിക്കും അവിടെ? ഈ ഭാഗം എന്തായിരിക്കും? 0.25 ഇൻറ്റു √3 അല്ലേ വരിക ഈ ഒരു പോയിന്റ് വരുന്നത്. അതായത് വൈയിലുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 0.25 ഇൻറ്റു √3 ആയിരിക്കും. ഓക്കെ അല്ലേ? സോ ഞാൻ അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്റെ സി, ഓക്കെ ഇതാണ് എ കേട്ടോ, ഇത് എ, ഇത് സി, ഇത് ബി. ഇനി എ എന്ന് പറയുന്ന പോയിന്റിലെ കോർഡിനേറ്റ് എനിക്ക് അറിയണം. സോ എനിക്കറിയാം ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണ് ലെങ്ത്? 0.5 അല്ലേ? സോ എനിക്ക് എക്സിന്റെ കിട്ടി 0.5. വൈന്റെ നോക്കിയാലോ, വൈന്റെ 0 അല്ലേ? സോ എനിക്ക് 3 കോർഡിനേറ്റ്സ് കിട്ടി. ഇനി ഞാൻ എന്താ ചെയ്യണം? 3 കോർഡിനേറ്റ്സ് എനിക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയാം പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ M1x1 പ്ലസ് M2x2 പ്ലസ് M3x3 divided by M1 plus M2 plus M3. And നമുക്കറിയാം 3 മാസസും ഡിഫറെന്റ് ആ, 100, 150, 200. അങ്ങനെ 3 മാസസും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് മാസം 100 ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ സിന്റെ പൊസിഷനിലാണ്. സോ 100 ഇൻറ്റു x1 എത്രയാണ്? x1 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 പ്ലസ് ഓക്കെ, അടുത്തത് M2 എത്രയാണ്? M2 എന്ന് പറയുന്നത് 150 ഗ്രാം ആണ്. സോ 150 ഇൻറ്റു ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാ? 0.5. സോ 0.5 പ്ലസ് ഓക്കെ, മൂന്നാമത്തത് 200 അല്ലേ വരുന്നത്? 200 ഗ്രാം അല്ലേ? ഇൻറ്റു ഇവിടത്തെ കോർഡിനേറ്റ്. ഓക്കെ, ഈ 200 ഇരിക്കുന്നതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0.25. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 100 പ്ലസ് 200 പ്ലസ് 150. ഓക്കെ അല്ലേ? സോ എനിക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടി, സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് എനിക്ക് കിട്ടി. ഇനി അടുത്തത് എനിക്ക് ആരാ അറിയേണ്ടത്? വൈ അല്ലേ? ദാറ്റ് മീൻസ് M1y1 പ്ലസ് M2y2 പ്ലസ് M3y3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഓക്കെ അല്ലേ? ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിലോടാ M1 നമ്മൾ എടുത്തത് 100 100 ഇൻറ്റു ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എത്ര? 0 അല്ലേ? 0 ഇട്ടു. ഓക്കെ, പ്ലസ് M2 എന്താടാ? M2 150 അല്ലേ? 150 ഇൻറ്റു M2വിന്റെ അവിടുത്തെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് അഗെയിൻ 0 ആണ്. ഓക്കെ, 0 പ്ലസ് ഇനി അടുത്തത് 200 ഇൻറ്റു ഓക്കെ Y3 എന്താടാ? നമ്മുടെ Y3 വരുന്നത് 0.25 ഇൻറ്റു √3. ഓക്കെ, ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3.
ഓക്കെ, ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇവിടെ താഴെ തന്നെ നമ്മൾ NCERT ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം എന്താ വരുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, അതായത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക 5/18 വൈ കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1/3√3 ആണെന്ന് നമുക്ക് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം 5/18, 1/3√3. ഓക്കെ, ഇതാണ് കോർഡിനേറ്റ് വരുന്നത്. അപ്പൊ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് എക്സാക്ട്ലി സെന്ററിലല്ല, അതായത് ഈ ട്രയാങ്കിളുടെ ജോമെട്രിക് സെന്ററിലല്ല എന്ത് വരുന്നത്? സെന്റർ ഓഫ് മാസ് വരുന്നത്. എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇതെന്തല്ല, യെസ്, യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എവിടെയാണോ കൂടുതൽ മാസ് വരുന്നത് അങ്ങോട്ടേക്ക് സെന്റർ ഓഫ് മാസ് കൂടും. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ ട്രയാങ്കുലർ ലാമിന. ഓക്കെ, സോ ദാ നമ്മൾ ഇവിടെ ഒരു ലാമിന വരച്ചു. അതിന് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് സ്ലൈസസ് ആയിട്ട്, അതായത് ബേസ് MN അല്ലേ, ഇതല്ലേ നമ്മുടെ ബേസ് വരുന്നത്, MN എന്ന് പറയുന്ന ഈ ഒരു ബേസിന് പാരലൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് സ്ലൈസസ് ഉണ്ടാക്കി. ഓക്കെ അല്ലെ? അതാണ് നമ്മൾ ഈ കാണുന്ന ഓരോ സ്ലൈസസ്. ഓക്കെ അല്ലെ? ഓരോ സ്ലൈസസ്. സോറി. സോ ഈ സ്ലൈസസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ സബ് ഡിവൈഡഡ് ചെയ്തിട്ട് നമുക്ക് നാരോ ആയിട്ടുള്ള ഇത്രയും കുഞ്ഞ് ഇതല്ല കേട്ടോ, വളരെ ചെറിയ ചെറിയ സ്ട്രിപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെ സ്ട്രിപ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്കറിയാം ആ സ്ട്രിപ്പിന്റെ എക്സാക്ട്ലി സെന്ററിലായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ സെന്റർ ഓഫ് മാസ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ സ്ട്രിപ്സിന്റെയും സെന്റർ ഓഫ് മാസ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് അതെന്തായി അവസാനം? യെസ്, അതെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ ആണ് LP ആയിട്ട് വരച്ചത്. ഓക്കെ അല്ലെ? ഒരു ട്രയാങ്കുലർ ലാമിന എടുത്തു, അവിടെ ഞാൻ എന്ത് ചെയ്തു? അതിനിങ്ങനെ കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? കുഞ്ഞു സ്ട്രിപ്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഈ ഓരോ സ്ട്രിപ്പിനും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നതിന്റെ സെന്ററിലായിരിക്കും. സോ ഞാൻ അങ്ങനെ ഓരോ പോയിന്റും കൺസിഡർ ചെയ്തിട്ട് എന്തായി? എനിക്ക് LP എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഓക്കെ, അതെന്താ? മീഡിയൻ ആണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ LMന് പാരലൽ ആയിട്ട് ഇതുപോലെ സ്ലൈസ് ഉണ്ടാക്കി. ഓക്കെ, അതുപോലെ LNന് പാരലൽ ആയിട്ട് സ്ലൈസസ് ഉണ്ടാക്കി. അവിടെയും എന്താ? യെസ്, ഓരോന്നിന്റെ സെന്റർ ഓഫ് മാസ് വരച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇതുപോലെ MQവും NRും കിട്ടും. അതെന്താ? യെസ്, ആ സൈഡിന്റെ മീഡിയനാ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മൂന്നും ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് G. ഓക്കെ, അതാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ദ സെൻട്രോയിഡ്. ഓക്കെ അല്ലെ? സെൻട്രോയിഡ്. ക്ലിയർ? യെസ്. അടുത്തത് ഫൈൻഡ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് യൂണിഫോം L shaped lamina as shown in the figure. The mass of the lamina is 3 kg. സോ ഈ ലാമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് ഒരു തിൻ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, അതിന് L ഷേപ്പ് കൊടുത്തിരിക്കുകയാണ്. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യുക? യെസ്, 3 സ്ക്വയർ പീസസ് ആയിട്ട് ആദ്യം തന്നെ ഞാൻ കൺവേർട്ട് ചെയ്തു. ഓക്കെ, അതായത് ഈ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സംഭവത്തിന് ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സംഭവത്തിന് ഞാൻ എന്ത് ചെയ്തു? 3 പീസസ് ആയിട്ട്, 3 പീസസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടി ഫസ്റ്റ് സ്ക്വയർ, സെക്കൻഡ് സ്ക്വയർ, മൂന്നാമത്തെ ഒരു സ്ക്വയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അറിയാം 3 കിലോഗ്രാം ആണ് മൊത്തം ഈ L ഷേപ്ഡ് ലാമിനയുടെ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? 1 kg. ഇതെന്തായിരിക്കും? 1 kg. ഇതെന്തായിരിക്കും? 1 kg. ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ ഒരു സൈഡ് ഈ ഒരു സ്ക്വയറിന്റെ ഒരു സൈഡ് 1 മീറ്റർ ലെങ്ത് ആണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. 1 മീറ്റർ ലെങ്ത് ആണെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം സെറ്റപ്പിനെ ഞാൻ എവിടെയാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ എക്സും വൈയും ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് ഒറിജിനിലോട്ട് ആക്കിയിട്ട് ജസ്റ്റ് നൈസ് ആക്കിയിട്ട് ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ അല്ലെ? ഞാൻ കൊണ്ടുവച്ചു. അപ്പൊ എനിക്കറിയാം ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യൂണിഫോംലി മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു ഹോമോജീനസ് ബോഡിയാ അല്ലെ? ഈ ഒരു എൻറ്റയർ L ഷേപ്പ് എന്നല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഈ 3 സ്ക്വയേഴ്സ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഓരോ സ്ക്വയറിന്റെയും സെന്ററിലായിരിക്കും എന്ത് വരുന്നത്? സെന്റർ ഓഫ് മാസ് വരുന്നത്. സോ ആദ്യത്തെ സ്ക്വയറിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത് C1. എക്സാക്ട്ലി ആ സ്ക്വയറിന്റെ സെന്ററിൽ. ഇവിടെ വരുന്നു C2, എക്സാക്ട്ലി സെന്ററിൽ. ഇത് C3. അങ്ങനെ 3 സെന്റർ ഓഫ് മാസ് എനിക്ക് കിട്ടി. ഓക്കെ അല്ലെ? എനിക്ക് 3 സ്ക്വയറിന്റെ ആയിട്ടല്ല എനിക്ക് കിട്ടേണ്ടത്, എക്സാക്ട്ലി എനിക്ക് L ഷേപ്ഡ് ലാമിനയുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് നമുക്ക് എന്താ വേണ്ട? കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ്സ് നമ്മൾ പറഞ്ഞു ഈ ഒരു സൈഡ് 1 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 യൂണിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം എത്രയായിരിക്കും? 2 യൂണിറ്റ് ആയിരിക്കും അല്ലെ? അതായത് ഈ ഒരു കോർഡിനേറ്റ് വരുന്നത് എന്തായിരിക്കും? യെസ്, ഇതിന്റെ എക്സിന്റെ ഭാഗം വരുന്നത് 2 ആയിരിക്കും. വൈ നമുക്കറിയാം എന്താ വരിക? 0 ആണ്. ഇതിന്റെ ഈ ഒരു കോർഡിനേറ്റ് എന്താ വരിക? 0 0 നമുക്കറിയാം ഒറിജിനാ. ഇനി ഇവിടെ അഗെയിൻ സ്ക്വയർ അല്ലേ? അപ്പം ഇവിടെ 1 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെയും 1 യൂണിറ്റ് ആയിരിക്കും അല്ലെ? സോ ദാറ്റ് മീൻസ് 0 2 എന്നിടാം. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് സിമ്പിളാ. ഇവിടെ വരെ എന്താ? 1 യൂണിറ്റാ അല്ലെ? സോ എക്സ് കോർഡിനേറ്റ് കിട്ടി 1. ഇനി വൈ കോർഡിനേറ്റ് ആണെങ്കിൽ ഇവിടെ വരെ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് കിട്ടി 1 2 ആണ്.
ഈ ഒരു കോർഡിനേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഈ ഒരു കോർഡിനേറ്റ് അറിയണം. ഇവിടെ എന്താ എക്സിലോട്ടുള്ളത് 1 ആണ്, വൈയിലോട്ടുള്ളതും 1 ആണ്. സോ 1 1 വന്നു. ഇനി ബിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോഴോ എക്സിന്റെ കോർഡിനേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 2 ആയിരിക്കും അല്ലെ. ഇവിടെ വരെ വരുന്നത് 2 ആണ്. ഇനി വൈന്റെ നോക്കുവാണെങ്കിലോ വൈന്റെ നേരെ നോക്കുവാണെങ്കിൽ 1 ആണ്. സോ കോർഡിനേറ്റ്സും കിട്ടി. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ പോരെ. എന്താ m1x1 പ്ലസ് m2x2 പ്ലസ് m3x3 ഡിവൈഡഡ് ബൈ എന്താണ് m1 പ്ലസ് m2 പ്ലസ് ഓക്കെ അല്ലേ. യെസ്. അപ്പം ഇവിടെ ഞാൻ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം ഫസ്റ്റ് കേസിൽ മാസ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്, ഈ ഒരു സ്ക്വയറിന്റെ മാസ് എം ആണ്, സോറി 1 ആണ് അല്ലെ. 3 kg ആണ് ടോട്ടൽ വരുന്നത്. അപ്പം ഒരു സ്ക്വയറിന്റെ 1 kg വന്നു. ഇൻഡു നോക്കിക്കേടാ, ഇവിടെ നോക്കിക്കേ, ഈ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്തായിരിക്കും, ഇവിടെ വരെ 1 അല്ലേ, എക്സാക്ട്ലി ഇതിരിക്കുന്നത് സെന്ററിലല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസിന്റെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, 0.5 അല്ലെ. ഇങ്ങോട്ടേക്കും 0.5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, 1 × 1/2. ഓക്കെ. പ്ലസ് അടുത്ത സെന്റർ ഓഫ് മാസ് ഞാൻ നോക്കി കഴിയുമ്പോൾ ഇവിടത്തെ എക്സ് കോർഡിനേറ്റ് എന്താ, യെസ് ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, യെസ് ഇറ്റ് ഇസ് എക്സാക്ട്ലി 3/2. 1.5 അല്ലേ ഈ ഒരു റേഞ്ച് വരുന്നത്. സോ നമുക്ക് കിട്ടി 3/2. ഓക്കെ അല്ലേ. പ്ലസ് അഗെയിൻ എന്താണ് 1 × 1/2 വരും. ഓക്കെ സോറി ഓക്കെ. C2 വരുന്നത് ഇവിടെ വരുന്നത് 1.5. ഓക്കെ ദാറ്റ് മീൻസ് 3/2. ഓക്കെ ഇവിടെ C2 ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഓക്കെ ഞാൻ ഇവിടെ എഴുതാം m1 × 1 × 1/2 ഫസ്റ്റ് കേസിൽ, അല്ലെങ്കിൽ 0.5. ഓക്കെ 0.5. ഓക്കെ പ്ലസ് അടുത്ത മാസം 1 തന്നെ. ഇനി C2 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെങ്ത് നമുക്കറിയാം 1.5. സോ 1 × 1.5 പ്ലസ് അടുത്ത മാസം അഗെയിൻ 1 ആണ് ഇൻറ്റു ഈ ഇത് എത്രയാ വരിക, ഇത് അഗെയിൻ എത്രയായിരിക്കും 1.5 സോറി 0.5. ഓക്കെ ഡിവൈഡഡ് ബൈ 3. കാരണം എന്താ മാസ് എല്ലാം ഈക്വൽ അല്ലേ. സോ x1 + x2 + x3. ഓക്കെ അല്ലേ, ക്ലിയർ. ഇനി അടുത്തത് നമ്മൾ y കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. y കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോഴും ഫസ്റ്റ് കേസിൽ എന്താ 0.5 തന്നെയാണ് അല്ലെ, ഫസ്റ്റത്തെ സെന്റർ ഓഫ് മാസിന്റെ. സെക്കൻഡ് സെന്റർ ഓഫ് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് തന്നെയാണ്, 0.5 തന്നെയാണ് വരിക അല്ലെ. ഈ കോർഡിനേറ്റ് വരുന്നത് എത്രയാണ്, 0.5 അല്ലേ. യെസ്. ഇനി മൂന്നാമത്തതിന്റെ വരുമ്പോൾ y കോർഡിനേറ്റ് എത്രയായിരിക്കും, ഇത് 1.5 അതായത് 3/2 ആയിരിക്കും വരുന്നത്. ഡിവൈഡഡ് ബൈ 1 + 2 1 + 1 + 1. ഓക്കെ അപ്പൊ നമുക്ക് കിട്ടി 2 കോർഡിനേറ്റും കിട്ടും. 5/6 5/6 എന്ന് കിട്ടും. അതാണ് നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. യെസ്. ഇനി അടുത്താണ് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. ഇതിലൊന്നുമില്ലടാ, ഞാൻ പറയട്ടെ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് തീർക്കാം. ഓക്കെ നിങ്ങൾ ഈ ഭാഗം വിട്ടേരെ. നമുക്കറിയാലോ, നമ്മളിപ്പോ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ പറഞ്ഞിരുന്നു, m1x1 + m2x2 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ പ്ലസ് എക്സെട്ര mn(xn) ഡിവൈഡഡ് ബൈ m1 + m2 + എക്സെട്ര mn. ഓക്കെ സോ ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞു. അപ്പം ഇതൊരു വെക്ടർ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. സോ എനിക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടും അല്ലേ. യെസ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇതിന് എനിക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ M, അതായത് സെന്റർ ഓഫ് മാസിന്റെ, നമ്മളിപ്പം ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞ് എടുക്കുന്ന സാധനം എന്താ, അത് എക്സാക്ട്ലി അതിന്റെ എൻറ്റയർ മാസ്, ആ സിസ്റ്റത്തിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെന്ത് പറയും, M എന്ന് തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ പറയാം, mx. Okay, mx which is equal to m1x1 plus m2x2 plus etc mnxn. ഓക്കെ അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകും. സോ m × dx/dt. അപ്പൊ എന്താവും, m1 dx divided by d/dt of x1. ഓക്കെ പ്ലസ് m2 dx2 divided by dt. ഓക്കെ സോ ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ നീണ്ടു പോകും. സോ നമുക്കറിയാം dx/dt എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റിയാ. സോ നമുക്ക് പറയാം സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണെന്ന് പറയുന്നത് dx/dt. സോ mv. ഓക്കെ which is equal to m1v1 plus m2v2 plus etc. ക്ലിയർ അല്ലേ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ പറയുന്നത്. ഇനിയും എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഗെയിൻ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റ് എന്ന് പറയാം അല്ലെ, മാസിന്റെ വെലോസിറ്റി മൊമെന്റ്. സോ p1 plus p2 plus p3 etc pn. ഓക്കെ അല്ലേ. സോ സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കൂടെ നമുക്ക് കിട്ടി. ക്ലിയർ അല്ലേ. ഇനി അടുത്തത്, അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ ചെയ്തു, m1v1 plus m2v2 നമ്മൾ ചെയ്തു. ഇനി ഞാൻ ഈ വിനെ ഞാൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുക, dv/dt. യെസ് ആക്സലറേഷൻ കിട്ടും. അപ്പം സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷനും എനിക്ക് കിട്ടി. ഓക്കെ സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷനും എനിക്ക് കിട്ടി. ഓക്കെ അല്ലേ. ഇനി മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് അല്ലേ, F1 plus
F2 പ്ലസ് എക്സെട്ര എക്സെട്ര Fn അല്ലേ? ക്ലിയർ ആയല്ലോ? സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ മോഷൻ ഓഫ് എ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നതിൽ നമ്മൾ കൂടുതലായിട്ടും പറയുന്ന കാര്യങ്ങൾ, ദ ആക്സലറേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഫോഴ്സ് വരെ എത്തി. ഇനി ഫോഴ്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പം സെന്റർ ഓഫ് മാസിന്റെ ഫോഴ്സ്, ഓക്കെ, സെന്റർ ഓഫ് മാസിന്റെ ഫോഴ്സ് നമ്മൾ പറഞ്ഞു F1 പ്ലസ് F2 പ്ലസ് എത്ര ഉണ്ടോ Fn. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം ഇവിടെ ഈ സെന്റർ ഓഫ് മാസിന് കിട്ടുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ, അതാണ് ചോദ്യം. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് ആണോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ സെന്റർ ഓഫ് മാസിന് കിട്ടുന്നത്? ഇന്റേണൽ ഫോഴ്സിന്റെ കേസ് പറയുമ്പോഴാണ് നമ്മൾ ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചിട്ട് ഇതെല്ലാം എന്തായിരിക്കും, ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ട്, അതായത് ഈ ഒരു എന്താ പറയാ, ഒരു ബോഡിയുടെ ഉള്ളില് ഉള്ള പാർട്ടിക്കിൾസ്, ഓക്കെ, അവിടെ നമ്മൾ ഒരു പെയർ ഓഫ് പാർട്ടിക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, പ്ലസ് എഫും മൈനസ് എഫും ആ കോമ്പിനേഷനിലായിരിക്കും. അതായത് നമ്മൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഇന്റേണൽ ഫോഴ്സ് കേട്ടോ, നെറ്റ് ഇന്റേണൽ ഫോഴ്സ് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, 0 ആയി പോവും, ബിക്കോസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ അല്ലേ? അവിടെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഇന്റേണൽ ഫോഴ്സിന്റെ സെന്റർ ഓഫ് മാസിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി 0. ഓക്കെ അല്ലേ? അപ്പൊ സെന്റർ ഓഫ് മാസിന് ആരെ മാത്രമേ കിട്ടുന്നുള്ളൂ, യെസ്, എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് MA വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, F എക്സ്റ്റേണൽ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? MA എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇന്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, സെന്റർ ഓഫ് മാസിനെ ബാധിക്കുന്നില്ല, അതെന്തായി ക്യാൻസൽ ആയി തന്നെ പോകും. അവിടെ ഇന്റേണൽ ഫോഴ്സിന് നെറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും. പക്ഷെ നമുക്ക് എന്താ കിട്ടുന്നത്, യെസ്, നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് സെന്റർ ഓഫ് മാസിന് കിട്ടുന്നത്, നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? സോ ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ്സ് ആസ് ഇഫ് ഓൾ ദ മാസ് ഓഫ് ദ സിസ്റ്റം വാസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് മാസ് ആൻഡ് ഓൾ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് വർ അപ്ലൈഡ് ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നമ്മുടെ എന്താ പറയാ, ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാനില്ല കേട്ടോ. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ ആയിട്ട് എക്സാമ്പിൾ ത്രൂ, അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ MA, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, F എക്സ്റ്റേണൽ അല്ലെ? ഈ സാധനത്തിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മൾക്ക് ദീപാവലിക്കല്ലേ വരുന്നത്, അപ്പൊ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കും അല്ലെ? അപ്പൊ പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യെസ്, ഇപ്പം ഇതാണ് ഒരു പടക്കം എന്ന് വിചാരിക്കും, ഇതിന് താഴെ നിന്നുണ്ടാവും ഒരു വള്ളി ഉണ്ടാവും, അതിൽ നമ്മളൊരു തീ കൊടുത്തു അല്ലെ? അപ്പൊ ഈ തീ കൊടുക്കുമ്പോൾ ഈ തീ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ആ എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടി കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു പാരാബോളിക് പാത്തിൽ ഇങ്ങനെ പോകും അല്ലെ? ഈ ഒരു പടക്കം എന്ത് ചെയ്യും, പാരാബോളിക് പാത്തിൽ പോകും. അങ്ങനെ ഇൻ ബിറ്റ്വീൻ, ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്താവും, ഇത് പൊട്ടും അല്ലെ, ഇത് എക്സ്പ്ലോഡ് ചെയ്യും അല്ലെ? ഈ ഒരു പടക്കം ഇങ്ങനെ വന്നിട്ട്, അതായത് നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ എനർജി യൂസ് ചെയ്യുക, എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്തിട്ട് അത് പരാബോളിക് പാത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് എന്താവും, അത് ക്രാക്ക് ചെയ്യും. അപ്പം എന്താവും, ഇത് കുറച്ച് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും അല്ലെ? കുറെ ഫ്രാഗ്മെന്റ്സ് അവിടെ ഉണ്ടാവും അല്ലെ? കുറെ ഫ്രാഗ്മെന്റ്സ് അവിടെ ഉണ്ടാവും, ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയി പോകും കുറെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട്. അങ്ങനെയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഈ ഒരു നമ്മുടെ പടക്കം വന്നു, നമ്മുടെ ക്രാക്കർ ഇങ്ങനെ വന്നു, പാരാബോളിക് പാത്തിൽ ഇടയ്ക്ക് വെച്ചിട്ട് എന്തായാലും ഇത് പൊട്ടിത്തെറിച്ചു. അപ്പൊ ഈ ഫ്രാഗ്മെന്റ്സിനെല്ലാം കിട്ടുന്നത് എന്താ, ഇതിനെല്ലാം കിട്ടുന്നത് ഇന്റേണൽ ഫോഴ്സാ. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് കാരണമല്ലേ എക്സ്പ്ലോഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഉള്ള ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ആയി പോകുന്ന ഫ്രാഗ്മെന്റ്സിനെല്ലാം തന്നെ എന്തായിരിക്കും, ഇതിന് കിട്ടുന്നത് ഇന്റേണൽ ഫോഴ്സ് ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ആർക്ക് കിട്ടും, സെന്റർ ഓഫ് മാസ്. ആ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, ഈ പരാബോളിക് പാത്ത്, അതായത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, ആ പടക്കത്തിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് തന്നെ ചെയ്യും, ആ പരാബോളിക് പാത്ത് തന്നെ ഫോളോ ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പടക്കത്തിന് നമ്മൾ തീ കൊടുത്തു, അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന അങ്ങനെയാ അല്ലെ? യെസ്, നമ്മൾ ഇങ്ങനെ പടക്കത്തിന് തീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പവറിലാണ് അത് എന്ത് ചെയ്യുന്നത്, അത് മുകളിലോട്ട് പോകുന്നത്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, അതിന്റെ ഭാഗമായിട്ട് അതിങ്ങനെ ഒരു പരാബോളിക് പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു, ഇടയ്ക്ക് വെച്ചത് പൊട്ടുന്നു, പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ആകുന്നു, ആ ഫ്രാഗ്മെന്റ്സിന് കിട്ടുന്നത് ഇന്റേണൽ ഫോഴ്സസ്. പക്ഷേ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോട് കൂടെ തന്നെ എന്ത് ചെയ്യും, സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, അതേ പാത്ത് തന്നെ ഫോളോ ചെയ്യും, അതേ പാരാബോളിക് പാത്തിലൂടെ തന്നെ പോകും. ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ഫ്രാഗ്മെന്റ്സ് ഓഫ് ദി പ്രൊജക്ടൈൽ കണ്ടിന്യൂസ് അലോങ് ദ സെയിം പാരാബോളിക് പാത്ത് വിച്ച് ഇറ്റ് വുഡ് ബി ഹാവ് ഫോളോഡ് ഇഫ് ദർ വർ നോ എക്സ്പ്ലോഷൻ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ഈ ഒരു ഇക്വേഷനെ സാധൂകരിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു എക്സാമ്പിൾ, ഓക്കെ, ഇത് അത് തന്നെയാണ് കേട്ടോ പറയുന്നത്. യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എന്താണ്, യെസ്, നമ്മുടെ ഫോഴ്സ്, സെന്റർ ഓഫ് മാസിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രമാണ്, ഇന്റേണൽ ഫോഴ്സസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, അതിന് കിട്ടത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ സമ്മറി അവസാനിച്ചു. ഇനി അടുത്ത എന്താണ്, ലീനിയർ മൊമെന്റം. ഇത് നമ്മൾ പറഞ്ഞതാണ്, എന്താണ്, യെസ്, മാസ് ഇൻറ്റു വെലോസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, m1v1 പ്ലസ് m2v2. ഇത് നമ്മൾ പറഞ്ഞില്ലേ? യെസ്. അതുപോലെ തന്നെ നമുക്കറിയാം F ഇസ് ഈക്വൽ ടു dp/dt അല്ലെ? ഈ ഇക്വേഷൻ നമ്മൾ എപ്പോ പഠിച്ചതാ? യെസ്, നമ്മൾ ഇക്വേഷൻസ് ലോസ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചതാ അല്ലെ? സോ ഇവിടെ നമ്മൾ പറയുന്നത്
അതേ ഇക്വേഷനിലോട്ട് തന്നെ നമ്മൾ ഇവിടെയും വന്നു. എഗെയിൻ എന്താണ്, യെസ്, പി ഇസ് ഈക്വൽ ടു P1 പ്ലസ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു. യെസ്, ഇനി dp ബൈ dt വിച്ച് ഇസ് ഈക്വൽ ടു m ഇൻറ്റു dv ബൈ dt. യെസ്, ഇത് നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ എം എ ഇക്വേഷനിലോട്ട് നമ്മൾ വരുവാണ്. ഇത് ആ ചെറിയൊരു പ്രൂഫ് പോലെ തന്നെ, ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ്. ഓക്കെ, വെലോസിറ്റി ഓഫ് ദി സെന്റർ ഓഫ് മാസ്. dp ബൈ dt നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, m ഇൻറ്റു dv ബൈ dt. ഓക്കെ, വിച്ച് മീൻസ് m ഇൻറ്റു ആക്സലറേഷൻ. ഈ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ ആണ്. സോ ഇതെന്താണ്, എഫ് എക്സ്റ്റേണൽ ആണ്. ഓക്കെ, ചെറിയൊരു പ്രൂഫ്. സോ ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എക്സ്റ്റെൻഡഡ് ടു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. അതായത് എക്സ്റ്റെൻഡഡ് ബോഡീസിന്റെ എന്താ പറയുക, ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേക്ക് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ന്യൂട്ടൺസ് ലോ ഒക്കെ പറഞ്ഞപ്പോൾ പോയിന്റ് മാസിന്റെ പറഞ്ഞത്. എക്സ്റ്റെൻഡഡ് ബോഡീസിന്റെ എന്താണ് വരിക, dp ബൈ dt വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ. ഓക്കെ അല്ലേ, ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0, എക്സ്റ്റേണൽ ഫോഴ്സ് 0. അങ്ങനെയാണെങ്കിൽ dp ബൈ dt എന്തായിട്ട് വരും, 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ p കോൺസ്റ്റന്റ് അല്ലേ? dp ബൈ dt is equal to 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, p കോൺസ്റ്റന്റ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെക്കുക, p കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ when the total external force acting on a system of particle is 0, the total linear momentum of the system is constant. This is the law of conservation of the total linear momentum of a system of particles. മനസ്സിലായല്ലോ? law of conservation of linear momentum, total linear momentum of the system of particles എന്ന് പറഞ്ഞാൽ എന്താണ്, if external force is equal to 0, dp by dt will be equal to 0, then p is equal to constant. Okay, so this also means that when total external force on the system is 0, the velocity of the center of mass remains constant. Okay, remains constant. എന്തുകൊണ്ടാ, നമുക്കറിയാം m1 v1 p is equal to constant എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ m1 v1 which is equal to m2 v2 ആയിരിക്കും അല്ലേ? this means എന്താ, velocity constant ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് okay, internal force. The force is exerted by the particle on one another. The individual particles may have complicated trajectories if the total external force acting on the system is 0. നമുക്കറിയാം ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടും ഉള്ള റാൻഡം മോഷനും അതൊക്കെ ആയിരിക്കാം. പക്ഷേ അത് എന്തായിരിക്കും, അത് കോംപ്ലിക്കേറ്റഡ് മോഷനാണ്. പക്ഷെ നമ്മൾ ഇവിടെ എന്തായുള്ളൂ, എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ സെന്റർ ഓഫ് മാസിനെ ബാധിക്കുന്നുള്ളൂ. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുവാണ് കേട്ടോ. Okay, then the center of mass move with a constant velocity means അതെന്തായിരിക്കും, യെസ്, അതെന്തെയും യൂണിഫോംലി, അതായത് യൂണിഫോം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഫ്രീ പാർട്ടിക്കിളിനെ പോലെ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഒരു റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ് പറയുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, നമ്മുടെ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനെ തന്നെ സാധൂകരിക്കുന്ന വേറൊരു എക്സാമ്പിൾ ആണ്. ഒന്നുമില്ല, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു റേഡിയോ ആക്റ്റീവ് ഡീകെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പാരന്റ് ന്യൂക്ലിയർ. പാരന്റ് ന്യൂക്ലിയർ റസ്റ്റിലാണെന്ന് വിചാരിക്കും. പാരന്റ് ന്യൂക്ലിയർ റസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും അല്ലേ? ഓക്കെ, സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഇനി എന്താണ്, ഇവിടെ ഡിസിന്റഗ്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യും, ഇതിന് m1 ആണ്, ഇതിന് m2 ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യും, യെസ്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോകും. ഓക്കെ അല്ലെ? ഡിസിന്റഗ്രേറ്റ് ചെയ്തു പോവാണ്. നമ്മുടെ പാരന്റ് ന്യൂക്ലിയർ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് രണ്ടും എന്തായി പോയി, യെസ്, ഈ പാരന്റ് ന്യൂക്ലിയർ സ്പ്ലിറ്റ് ആയിട്ട് ഡിസിന്റഗ്രേഷൻ സംഭവിച്ചു. രണ്ട് പാർട്ടിക്കിൾസ് എന്തായി, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ പാരന്റ് ന്യൂക്ലിയർ ഇവിടെ ഇല്ല അല്ലെ? ആ പാരന്റ് ന്യൂക്ലിയർ ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് എന്ത് ചെയ്തത്, എന്താ പറയാ, സ്പ്ലിറ്റ് ആയി പോയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും, സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? സെന്റർ ഓഫ് മാസ് എക്സാക്ട്ലി ഇവിടെ തന്നെയായിരിക്കും. അതായത് ഇത് ഡോട്ടർ ന്യൂക്ലിയർ ഇപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും സെന്റർ ഓഫ് മാസ് എവിടെയാണോ പാരന്റ് ന്യൂക്ലിയർ ഇരുന്നത് അവിടെ തന്നെയായിരിക്കും. ക്ലിയർ അല്ലേ? റസ്റ്റിലാണെങ്കിലും എന്താടാ അതിന്റെ പൊസിഷൻ, അതായത് പാരന്റ് ന്യൂക്ലിയറുടെ സെന്റർ ഓഫ് മാസ് എവിടെയായിരുന്നോ അവിടെ തന്നെയായിരിക്കും. ഇനി ഈ പാരന്റ് ന്യൂക്ലിയർ ഇതുപോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മുടെ പാരന്റ് ന്യൂക്ലിയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഒരു സ്ട്രേറ്റ് ലൈനിൽ ഇങ്ങനെ ഒരു ഫ്രീ പാർട്ടിക്കിളിനെ പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ എഗെയിൻ എന്താവും, യെസ്, ഇതിന്റെ രണ്ട് പാർട്ടിക്കിൾ എന്ത് ചെയ്തു, യെസ്, ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയി. സോ ഈ സെന്റർ ഓഫ് മാസും എന്ത് ചെയ്യും, ഇതേ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യും. ഓക്കെ അല്ലെ? റസ്റ്റിലാണെങ്കിൽ റസ്റ്റിൽ തന്നെയായിരിക്കും. സെന്റർ ഓഫ് മാസ് ഇത് ഫ്രീ പാർട്ടിക്കിളിനെ പോലെ മൂവ് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈനിൽ ഇങ്ങനെ പോവാണ്. അത് കാരണം വെലോസിറ്റി കോൺസ്റ്റന്റ് ആ. സോ ഇതിങ്ങനെ ഒരു ഫ്രീ പാർട്ടിക്കിളിനെ പോലെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെന്റർ ഓഫ് മാസും അതേ പാത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ? യെസ്. ഇനി അടുത്തത് ബൈനറി ഓഫ് സ്റ്റാർസ്. ഓക്കെ, ബൈനറി ഓഫ് സ്റ്റാർസ്, അതായത് മോഷൻ ഓഫ് ബൈനറി ഓഫ് സ്റ്റാർസ് ആണ് നമ്മൾ പറയുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, രണ്ട് അല്ലെ? അപ്പം നമ്മുടെ ഇവിടെ ഈ രണ്ട് സ്റ്റാറിനെ നമ്മൾ എടുത്തു. ഓക്കെ, രണ്ട് സ്റ്റാറിനെ എടുത്തു. ഇതിന് രണ്ടിനും ഏറെക്കുറെ ഒരേ മാസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ? സോ ഇവിടെ ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത് അല്ലെ? ഇത് ഇവിടെ ആയിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, യെസ്, ഈ രണ്ട് പാർട്ടിക്കിളും എന്ത് ചെയ്യൂടാ, എക്സ്റ്റേണൽ ഫോഴ്സ്
ഈ രണ്ട് പാർട്ടികളും, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടികളും ഇതേപോലെ ഒരു സർക്കുലർ ഷേപ്പിൽ എന്ത് ചെയ്യും, ഈ രണ്ട് സ്റ്റാറുകളും മൂവ് ചെയ്യും. ഓക്കെ, രണ്ട് സ്റ്റാറുകളും സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യും. അതേസമയം എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്ന് വിചാരിക്കും. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഫ്രീ പാർട്ടിക്കിളിനെ പോലെ മൂവ് ചെയ്യും നമ്മൾ പറഞ്ഞല്ലോ. ദാറ്റ് മീൻസ് ഈ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഈ സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും, ഇതും ഇങ്ങനെ മൂവ് ചെയ്യണം. ഈ രണ്ട് ബൈനറി സ്റ്റാർസും എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കണം. ദാറ്റ് മീൻസ് അതെന്തായിരിക്കും, ഒരു കോംപ്ലിക്കേറ്റഡ് മോഷൻ ആയിരിക്കും. ഓക്കെ, ആ ട്രാജക്ടറി രണ്ട് സ്റ്റാറിന്റെയും ട്രാജക്ടറി ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെന്തായിരിക്കും, സെന്റർ ഓഫ് മാസിന്റെ കൂടെ ഇതെന്ത് ചെയ്യും, ഈ സ്റ്റാർസും മൂവ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് എന്താണ്, അതൊരു കോംപ്ലിക്കേറ്റഡ് മോഷൻ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ എടുക്കേണ്ട ഒരു പോയിന്റ് എന്തായിരുന്നടാ, ആസ് വി ക്യാൻ സീ ഫ്രം ദ 2 examples separating the motion of 2 different parts of a system into motion of center of mass and motion about the phenomenon is very useful technique that helps understanding the motion of the system. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇതിലും പറയാനുള്ളത്. ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്, യെസ്, നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു മോഷനിലോട്ട് കൊണ്ടുവരികയാണെന്നാണ് ഈ ഒരു സംഭവത്തിലും പറയുന്നത് കേട്ടോ. യെസ്, ഫൈൻഡ് ദ സെന്റർ ഓഫ്, ഓക്കെ ഫൈൻ. അപ്പം ഇനി ഇതിന്റെ സമ്മറിയാണ് എന്താണ്, യെസ്, മൊമെന്റം, ലീനിയർ മൊമെന്റത്തിന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റെൻഡഡ് ബോഡീസിന്റെ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതിനുശേഷം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ ലീനിയർ മൊമെന്റം നമ്മൾ പറഞ്ഞു. ദെൻ പി കോൺസ്റ്റന്റ് ആവും, അവിടെയുള്ള 2-3 എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു. ഫൈൻ. യെസ്, അടുത്താണ് വെക്ടർ പ്രൊഡക്റ്റ്. വെക്ടർ പ്രൊഡക്റ്റ് മനസ്സിലാവാത്തവർ ആരുണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വെക്ടർ പ്രൊഡക്റ്റ് വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമുക്കറിയാം വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, യെസ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെ. സ്കെയിലാർ പ്രൊഡക്റ്റ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് വെക്ടർ പ്രൊഡക്റ്റ്. സ്കെയിലാർ പ്രൊഡക്റ്റിൽ നമ്മൾ പറയും ഡോട്ട് പ്രൊഡക്റ്റ്, ഇവിടെയാണെങ്കിൽ നമ്മൾ പറയും ക്രോസ് പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട്. ഓക്കെ, വെക്ടർ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു പേരുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 2 വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇവിടെയാണെങ്കിൽ 2 വെക്ടേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഗെയിൻ കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമുക്കൊന്നും കൂടുതൽ സ്പെസിഫൈ ചെയ്യണ്ട അല്ലെ. അതെന്തായിരിക്കും, എ ബി കോസ് തീറ്റ. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലോടാ, യെസ്, എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ ആയിരിക്കും. 2 ആംഗിളും തമ്മിലുള്ള 2 വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സി ആണ്. ഇനി നമുക്കറിയാം ഈ 2 ആംഗിൾ തമ്മിൽ, അതായത് എ വെക്ടറും ബി വെക്ടറും തമ്മിൽ നമ്മൾ പറഞ്ഞിരുന്നു ആംഗിൾ ഉണ്ട് തീറ്റ അല്ലെ. സോ ഈ തീറ്റ മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക്, അതായത് നമ്മളിവിടെ പറഞ്ഞല്ലോ എ ക്രോസ് ബി എന്ന് പറയുന്നത് സിയും കിട്ടാം. അതുപോലെ തന്നെ നമുക്ക് മേ ബി മൈനസ് സിയും വരാം. എപ്പോഴാണ് മൈനസ് വരിക, അതായത് ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഇവിടെ എ ക്രോസ് ബി ചെയ്തു, അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, യെസ്, ഇങ്ങനെയാണ്. അതായത് നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തീറ്റ പോകുന്നത് അല്ലെ. ആന്റി ക്ലോക്ക്, എ ക്രോസ് ബി എ ടു ബി, സോ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ തീറ്റ ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് സി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇതേ സമയം ഞാൻ ബി ക്രോസ് എ കണ്ടുപിടിക്കുവാണ്. ബി ക്രോസ് എ കണ്ടുപിടിക്കുക, ദാറ്റ് മീൻസ് ബി ടു എ. ഇതെങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആ. സോ തീറ്റ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ മൈനസ് സി ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഫസ്റ്റ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ, അതായത് നമുക്കിപ്പം സി എന്ന് പറയുന്ന വെക്ടർ വരുന്നുണ്ട്, അതിന്റെ ഡയറക്ഷൻ അറിയേണ്ടത്. ആ ഡയറക്ഷൻ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, യെസ്, സി എന്ന് പറയുന്ന വെക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ റൂളോ യൂസ് ചെയ്യാം. എന്താ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്? ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതാണ് നമ്മുടെ വെക്ടർ എ, ഓക്കെ, ഇതാണ് നമ്മുടെ വെക്ടർ ബി. ഓക്കെ അല്ലേ? സോ ആംഗിൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ എന്താ, ആന്റി ക്ലോക്ക് വൈസ്. സോ ഈ എ ക്രോസ് ബിയുടെ അതേ ഡയറക്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ കൈ പിടിക്കും. ഓക്കെ, എന്റെ ഈ വിരലുകൾ ഞാൻ കേൾ ചെയ്യും. എ ടു ബി. ഓക്കെ, ഇതാണ് എ എന്ന് വിചാരിക്കുക, ഇവിടെ ഒരു ബി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സോ ഇതാണ് എന്റെ എ ടു ബി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ പിടിച്ചിട്ടെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എ വെക്ടർ, ഇതാണ് നമ്മുടെ ബി വെക്ടർ. ഞാൻ എന്ത് ചെയ്യുവാടാ, യെസ്, ഇവിടെ എനിക്ക് എ ക്രോസ് ബി ആ വേണ്ടത്. അപ്പം എനിക്കറിയാം നമ്മുടെ ആംഗിൾ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ഈ ഫിംഗേഴ്സ്, ഈ 4 ഫിംഗേഴ്സ് ഞാൻ എന്ത് ചെയ്യും, ഇതേ ഡയറക്ഷനിൽ ഞാൻ കേൾ ചെയ്തു. അപ്പം എന്റെ തമ്പ് എനിക്കൊരു ഡയറക്ഷൻ തരും. അതാണ് എന്റെ സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി സ്ക്രൂ റൂൾ ഒന്നുമില്ല, ഇതാണ് ഈ ഒരു പ്ലെയിനിലാണ് നമ്മുടെ 2
ഇത് കിടക്കുന്നതെന്ന് വിചാരിക്കുക, 2 വെക്ടേഴ്സ്, ഇത് എ ഇത് ബി. ഓക്കെ അല്ലേ? സോ എ ടു ബി, ഓക്കെ, എ ടു ബി ചെയ്യുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ജസ്റ്റ് സ്ക്രൂ നമ്മൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ഒന്ന് തിരിച്ചു നോക്കാം. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ആന്റി ക്ലോക്ക് വൈസ് ആണ് അത് കറക്കുന്നെങ്കിൽ അത് മുകളിലോട്ട് പോകും. എന്താ പറയുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറക്കുന്നെങ്കിൽ അത് താഴത്തോട്ട് വരും. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ഇതും ബി ഇതുമാണ്. എന്റെ ആംഗിൾ വരുന്നത് എ ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ സ്ക്രൂവിനെ താഴത്തോട്ടും, അതായത് എന്താ പറയുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കും. ദാറ്റ് മീൻസ് താഴത്തോട്ട് വരും. അതായത് എന്റെ സി എവിടേക്കായിരിക്കും, താഴത്തോട്ടായിരിക്കും സിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി എ ക്രോസ് ബി നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ ബി ക്രോസ് എ എടുക്കുന്നെങ്കിലോ, യെസ്, നമുക്കറിയാം നേരെ മുകളിലോട്ട് പോകും. കാരണം എന്താണ്, ബി ക്രോസ് എ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ ആംഗിൾ പോകുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂള്. ദെൻ അതുപോലെ തന്നെ സ്ക്രൂ റൂളും. ഓക്കെ, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആൻഡ് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇനി അടുത്തതാണ് പ്രോപ്പർട്ടീസ് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, നമ്മൾ എ ഡോട്ട് ബി ചെയ്തപ്പം, ഓക്കെ, എ ഡോട്ട് ബി ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബി ഡോട്ട് എക്ക് അത് ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ക്രോസ് എടുക്കുമ്പോണ്ടല്ലോ, ക്രോസ് എടുക്കുമ്പം ഇത് രണ്ടും എന്തല്ലടാ, ഈക്വൽ അല്ല. കാരണം നമുക്ക് തന്നെ അറിയാം നെഗറ്റീവ് വരും അല്ലെ? ഇങ്ങനെ വേണമെങ്കിൽ പറയാം, എ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊരിക്കലും എന്തല്ല, ശരിയല്ല. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം എ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അതാണ് ഫസ്റ്റത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? രണ്ടാമത്തെ പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് അല്ല, ഇറ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു, നമ്മുടെ എന്താ പറയാ, ഡോട്ട് പ്രോഡക്റ്റ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു എ ഡോട്ട് ബി പ്ലസ് സി, ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി അല്ലേ? ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അതായത് എ ക്രോസ് ബി പ്ലസ് സി which is equal to a cross b plus a cross c. ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഓക്കെ, സോ ഇതെന്താണ്, ഡോട്ട് പ്രൊഡക്റ്റിനെ പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എ ഡോട്ട് എ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. എ ക്രോസ് ബി എടുക്കുവാണെങ്കിലോടാ, എ ക്രോസ് ബി എടുത്തിട്ടുണ്ടെങ്കിൽ ദ വാല്യൂ വിൽ ബി 0. സോറി, എ ക്രോസ് എ സെയിം വെക്ടറിനെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 0 ആയിരിക്കും വരിക. കാരണം നമുക്കറിയാം എ സൈൻ തീറ്റ എന്നാ വരാം അല്ലെ? ഇവിടെ സൈൻ തീറ്റ എന്തായിരിക്കും, 0 അല്ലെ? സെയിം വെക്ടറാ, എ ക്രോസ് എ ആ ചെയ്യുന്നത്. അപ്പം സൈൻ 0ന്റെ വാല്യൂ 0 സോ നമുക്ക് കിട്ടും 0. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ വെക്ടറിന്റെ സ്ക്വയറാ കിട്ടാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയറാ കിട്ടാം. പക്ഷെ ഇവിടെ എന്താണ്, 0 ആണ് വരിക. അടുത്തത് നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ് പറയുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് സിമ്പിൾ ആൻഡ് ഹംപിൾ. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഐ ക്യാപ്പ്, ഇതാണ് നമ്മുടെ ജെ ക്യാപ്പ്, ഇതാണ് നമ്മുടെ കെ ക്യാപ്പ്. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഇവിടെ എന്താ പറയുന്നത്, സെയിം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് 0 ആണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരേ വെക്ടറിന്. ഇതുപോലെ തന്നെ ജെ ക്യാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും കെ ക്യാപ്പിനും സെയിം വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അടുത്തത് ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ്. ഐ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കെ ക്യാപ്പ് ആണ്. എനിക്ക് അറിയേണ്ടത് കെ ക്യാപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? എങ്ങനെ നമുക്കറിയാം? യെസ്, ഐന്റെയും ജെന്റെയും ഈ ഇടയ്ക്കുള്ള ആംഗിൾ അല്ലെ തീറ്റ എന്ന് പറയുന്നത്. അപ്പം ഐ ക്രോസ് ജെ എന്ന് പറയുമ്പോൾ ഐ ടു ജെ, ദാറ്റ് മീൻസ് തീറ്റ ആന്റി ക്ലോക്ക് വൈസ്, അപ്പൊ അത് പോസിറ്റീവാ. ഓക്കെ അല്ലെ? ഇനി ജെ ക്രോസ് കെ ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്തായിരിക്കും, പ്ലസ് ഐ ക്യാപ്പാ കിട്ടാം. കെ ക്രോസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവിടെയും നമുക്ക് പോസിറ്റീവ് ജെ ക്യാപ്പാ കിട്ടാം. കാരണം എന്താ, ആന്റി ക്ലോക്ക് വൈസ് ആണ് തീറ്റ വരുന്നത്. ഇനി ഞാൻ നേരെ തിരിച്ചു, അതായത് ജെ ക്രോസ് ഐ ക്യാപ്പ് ചെയ്തെന്ന് വിചാരിക്കേ, ഇവിടെ എങ്ങനെയാണ് ആംഗിൾ വരാ? യെസ്, ആൻഡ് ക്ലോക്ക് വൈസ് ആ വരുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് കിട്ടും മൈനസ് കെ ക്യാപ്പ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മൾ നോക്കിക്കേ, ഐ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്തു, അതും ക്ലോക്ക് വൈസാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ജെ ക്യാപ്പ്. മനസ്സിലായല്ലോ? സോ അതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടേഴ്സിന്റെ കാര്യം പറയുന്നത്. ഇനി അടുത്തത് ക്രോസ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നാണ്. സോ നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ലെറ്റ്സ് എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് പ്ലസ് എ സെഡ് കെ ക്യാപ്പ്. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ബി വൈ ജെ ക്യാപ്പ് പ്ലസ് ബി സെഡ് കെ ക്യാപ്പ്. ഓക്കെ അല്ലെ? ഇനി ഞാൻ എ ക്രോസ് ബി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതിടാ? വെരി സിമ്പിൾ ആണ് കേട്ടോ. ദാ ഐ ജെ കെ ഇട്ടു. ഓക്കെ, ദെൻ ഐന്റെ കോഎഫിഷ്യൻസ് ആദ്യം എഴുതുക. കാരണം എ ക്രോസ് ബി അല്ലേ പറയുന്നത്. സോ എന്റെ കോഎഫിഷ്യൻസ് ആദ്യം എഴുതുക. എ എക്സ്, ജെന്റെ നേരെ വരുന്നത് എ വൈ, കെന്റെ നേരെ വരുന്നത് എ സെഡ്. ഇനി അടുത്തത് ബി. ഓക്കെ, ബി എക്സ് ബി വൈ ബി സെഡ്. ഇനി ബി ക്രോസ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലോടാ, ബി ക്രോസ് എ ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ഫസ്റ്റ് ആരുടെ എഴുതണം, ബി എക്സ് ബി വൈ ബി സെഡ്, എ എക്സ് എ വൈ എ സെഡ്. ക്ലിയർ അല്ലേ? യെസ്, അത്ര ഇവിടെ പറഞ്ഞിട്ടുള്ളൂ.
ഓക്കെ, യെസ്, ഇത് സമ്മറിയാണ്. എ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളും. ഇനി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഫൈൻഡ് ദ സ്കേലാർ ആൻഡ് വെക്ടർ പ്രൊഡക്റ്റ് ഓഫ് 2 വെക്ടേഴ്സ്. അതായത് എ ഡോട്ട് ബിയും എ ക്രോസ് ബിയും കണ്ടുപിടിക്കണം. എ ഡോട്ട് ബി കണ്ടുപിടിക്കാൻ ഈസി അല്ലെ, നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. സോ എ ഡോട്ട് ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? യെസ്, 3 into -2 അല്ലെ, 3 into ഓക്കെ, നമുക്ക് അത് ചെയ്യാം. ഐന്റെ കോഎഫിഷ്യൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into -2 -6, -4 into +1, so -4 കിട്ടി, +5 into -3 -15, so we got -25. ഓക്കെ, ഇനി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ ഐ ക്യാപ്പിന് എടുത്തു. ഓക്കെ, ഐ ക്യാപ്പിന് നമുക്ക് ഒരു വലിയൊരു ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആരെ എടുക്കുക? ജെ ക്യാപ്പ് എടുക്കുക. സോ ജെ ക്യാപ്പിന് മുമ്പിൽ മൈനസ് ആണ്. എഗെയിൻ നമ്മൾ ഒരു വലിയ ബ്രാക്കറ്റ് ഇട്ടു. ഇനി ആരാണുള്ളത്? പ്ലസ് ഒരു കെ ക്യാപ്പ് ഉണ്ടാവും അല്ലെ. സോ അതിനും ഒരു വലിയ ബ്രാക്കറ്റ് ഞാൻ ഇട്ട് വെച്ചു. ഇതിനുള്ളിലൊക്കെ എന്തുണ്ട്? യെസ്, 2 കുഞ്ഞു ബ്രാക്കറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ആ ബ്രാക്കറ്റുകൾ തമ്മിൽ മൈനസാണ്. ഓക്കെ അല്ലെ, ഈ വലിയ ബ്രാക്കറ്റിനുള്ളിൽ മൈനസ് മാത്രമേ ഉള്ളൂ, പുറത്താണെങ്കിലോ ജെക്ക് മാത്രമേ മൈനസ് ഉള്ളൂ. ഇനി ഇവിടെ വരുന്നത് മൾട്ടിപ്ലിക്കേഷനാ. ഓക്കെ, ഇവിടെ എല്ലാം വരുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനാ വരുന്നത്. ക്ലിയർ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഐ ക്യാപ്പ് അല്ലേ എടുക്കുന്നത്. അപ്പൊ ഐ ക്യാപ്പിന് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന കമ്പോണൻസ് നമ്മൾ ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ റൈറ്റ് ബോട്ടമിൽ വന്നു. റൈറ്റ് ബോട്ടമിലുള്ള വാല്യൂവിനെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. സോ -3 into -4. അടുത്തത് നമ്മൾ ലെഫ്റ്റ് ബോട്ടത്തിലോട്ട് വന്നു. എപ്പോഴും ബോട്ടത്തിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. സോ അതിന് ഡയഗണലി ഓപ്പോസിറ്റ് എന്താ? 5. സോ 1 into 5. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ആരെയാ? ജെയിനെ എടുക്കാൻ പോകുന്നത്. സോ ജെയിൻ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യെസ്, ജെയിന് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ ഒഴിവാക്കി കളഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തു? യെസ്, റൈറ്റ് ബോട്ടം വന്നു -3, ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് +3 അല്ലെ. സോ -3 into 3. ഇനി അടുത്തത് ഞാൻ ഇവിടെ ലെഫ്റ്റ് ബോട്ടം വന്നു. സോ -2 into 5. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ആരെടുക്കാൻ പോകുന്നത്? കെ ക്യാപ്പ് അല്ലേ. അപ്പൊ ഞാൻ കെ ക്യാപ്പിന് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ ഒഴിവാക്കി. റൈറ്റ് ബോട്ടം വന്നു 1 into 3. ഇനി അടുത്തത് ഇവിടെ വന്നു -2 into 4. ഇത്രയേ ഉള്ളൂ. ഇത് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. -7i + j + 5k. ഓക്കെ, ക്ലിയർ? ഓൾ സെറ്റ്. സോ നമ്മൾ ഇന്ന് മേജർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനി അടുത്ത ദിവസത്തിലെ NCERT നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ മിസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ, ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാവോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. NCERT എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സസൈസസ് നമ്മൾ ചെയ്യുന്നില്ല, കാരണം ബോർഡ്സിന് എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടന്റ് അല്ല. എന്നിരുന്നാലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വേറെ സെപ്പറേറ്റ് സെഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. യെസ്, ഓൾ സെറ്റ്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഞാൻ വേറൊരു അടിപൊളി ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മള് എന്താ പറയാ, നമ്മുടെ ടെലഗ്രാം ചാനൽ. ഓക്കെ, ടെലഗ്രാം ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടും. സോ ടെലഗ്രാമിൽ വേഗം പോവാ. ടെലഗ്രാമിന്റെ പേര് വേദാന്തു മലയാളം എന്നാണ്. സോ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഒന്നുകിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറാം. അതർവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി വേദാന്തു മലയാളം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ചാനൽ കിട്ടും. ഇനി അടുത്ത കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇത്രയും കാര്യം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ അത് കാര്യമായിട്ട് തന്നെ ഏറ്റെടുക്കാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇതിലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ് ഇതിനെല്ലാത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഞങ്ങളോട് പറയാനുള്ളത്, ഇത് ഇങ്ങനെയല്ല മിസ്, എനിക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായേനെ, മിസ് ഇങ്ങനെയല്ല അങ്ങനെ ഒന്ന് എടുത്തു തരാമായിരുന്നോ, ഈ ഒരു ടോപ്പിക് ഒന്നും കൂടെ പറഞ്ഞു തരാമോ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ്. അതുപോലെ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും ഒരു 10 സെക്കൻഡ് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് വിത്ത് വേദാന്തു മലയാളം channel for more videos and updates. Thank you so much.